ഹായ്, പ്രൈസ് ലോർഡ്. എൻ്റെ ദൈവത്തെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെയും നമ്മൾ ചെയ്ത ലൈവ് അനേകർ കാണുവാനും പല പുതിയ അറിവുകൾ അവർക്ക് മനസ്സിലായെന്ന് പറയുവാനും വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിളിക്കുവാനൊക്കെയും ദൈവത്തിൻ്റെ ആത്മാവ് ഇടവരുത്തി. പലർക്കും പല MDHും അതുപോലൊക്കെ പഠിച്ച പല ദൈവദാസന്മാർ പോലും വിളിച്ച് ചില സംശയങ്ങൾ ചോദിക്കുവാനും അവർക്കൊരു പുതിയ അറിവാണെന്ന് കേൾക്കുവാനൊക്കെയും ഇടയായതിനെ ഓർത്ത് ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെല്ലാവരെയും ദൈവം ഈ സന്ധ്യയിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ഇന്നും ഒരു പുതിയ വിഷയവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ നിൽക്കുന്നത്. വിശുദ്ധ ബൈബിളിനകത്ത് 66 പുസ്തകങ്ങളിൽ നിന്ന് നമുക്ക് ചില വിഷയങ്ങൾ ചിന്തിക്കുക. വളരെ തെറ്റിദ്ധരിക്കപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് ജാതികൾ എന്ന ഒരു വിഷയം. ജാതികൾ അഥവാ നമ്മളെ പൊതുവെ നമ്മുടെയൊക്കെ പഠനങ്ങളും പഠിപ്പീരുകളും റോമാലേഖനം 11-ാം അധ്യായത്തിലെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറയുന്നൊരു വാക്യത്തെ നാളിതുവരെ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു മടങ്ങി വന്നിട്ടില്ല, ലോകം മുഴുവൻ സുവിശേഷം എത്തിയിട്ടില്ല എന്നൊക്കെയുള്ളൊരു പരക്കെയുള്ള ഒരു പഠിപ്പീരുകളും തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങുമുണ്ട്. പക്ഷെ നമ്മൾ എന്താണ് ജാതികൾ, ബൈബിളിനകത്ത് നാം മനസ്സിലാക്കുമ്പോൾ ആരാണ് ജാതികൾ എന്നുള്ള ആ വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് രാത്രിയിൽ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ ഞാൻ സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഇന്ന് സംസാരിക്കുവാൻ ഇടയാകുന്നത്. നിങ്ങൾ അത് അങ്ങനെ തന്നെയോ എന്ന് ബെരോബയിലെ വിശ്വാസികളെ പോലെ ശോധന ചെയ്യുവാനുള്ളൊരു മനസ്സുണ്ടാകണം. പ്രത്യേകിച്ച് ഈ വിഷയത്തിലൊക്കെ നമ്മൾ ആധികാരികമായി സംസാരിക്കുമ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയമാണ് നേഷൻസ് അഥവാ ജാതികൾ, അല്ലെങ്കിൽ യഹൂദനൊഴിച്ച് അല്ലെങ്കിൽ മറ്റ് ആളുകളെയെല്ലാം എന്താണ് നമ്മൾ കാണുന്നത്. നമ്മളിന്ന് സാധാരണ നമുക്ക് ചുറ്റുമുള്ള ക്രൈസ്തവരല്ലാത്തവരെ എല്ലാം നമ്മൾ ജാതികൾ എന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് നമ്മൾ പോകുന്നത്. ക്രൈസ്തവരെ ഒഴിച്ച് ബാക്കിയുള്ളവര് ആരെങ്കിലും മുസ്ലിങ്ങളോ ഹിന്ദുക്കളോ അക്രൈസ്തവരായ ഏത് ജനത്തെ കണ്ടാലും ക്രിസ്ത്യാനികളായ പൊതുവെ ഒരു കൂട്ടം സമൂഹം പറയുന്നത് ജാതികൾ എന്നാണ്. എന്നാൽ നമുക്കിന്ന് വിശുദ്ധ ബൈബിളിൽ നിന്ന് എന്താണ് ജാതികൾ എന്ന വിഷയത്തെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഞാൻ ആദ്യമായി ഒന്ന് യഹൂദ മതാനുസാരികൾ എന്ന് പറയുന്ന 1-ാം നൂറ്റാണ്ടിൽ, അതിനു മുമ്പേ 1-ാം നൂറ്റാണ്ടിൽ തന്നെ യഹൂദ മതത്തെ ആകൃഷ്ടരായി ആ മതത്തിന്റെ ചേർന്ന ഒരു കൂട്ടം ജനത്തെ നമുക്ക് ബൈബിളിൽ കാണുന്നുണ്ട്. അവരെ വിളിക്കുന്നത് യഹൂദ മതാനുസാരികൾ എന്നാണ്. അവർക്ക് ന്യായപ്രമാണം യഹൂദന് ഉള്ളതുപോലെ തന്നെ ന്യായപ്രമാണം ഉണ്ട്. എന്നാൽ വീണ്ടും നമുക്ക് ബൈബിളിൽ കാണാൻ പറ്റുന്നുണ്ട് പടിവാതിക്കൽ മതാനുസാരി എന്ന്, പ്രൊസലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തെ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ബൈബിളിൽ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് ഒറിജിനൽ യഹൂദൻ, യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവർ. ഇതാണ് ഒറിജിനൽ യഹൂദൻ. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കാൽ ഇന്നത്തെ ഒറിജിനൽ യഹൂദൻ എന്താണെന്നൊക്കെ, ഒരു വശത്തേക്ക് മുടിയൊക്കെ ഇങ്ങനെ ചരിച്ചിട്ട് തൊപ്പിയൊക്കെ വെച്ച് നിൽക്കുന്ന, അതായത് ഇന്നത്തെ മുസ്ലിം സഹോദരങ്ങള് ചെയ്യുന്നത് പോലെ ഉള്ള ഒരു കാര്യമാണ് ഒറിജിനൽ യഹൂദൻ. യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ജനിച്ചവരാണ് ജീനോളജി പ്രകാരം ഒറിജിനൽ യഹൂദൻ. നമ്മൾക്ക് ഈ സമൂഹത്തെക്കുറിച്ച് നമുക്കൊന്ന് വ്യക്തമായി മനസ്സിലാക്കിയതിനു ശേഷം നമുക്ക് ആധികാരികമായ ജാതികളുടെ പൂർണ്ണസംഖ്യ എന്താണെന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. അപ്പം നമുക്ക് യഹൂദ മതാനുസാരി എന്ന് പറഞ്ഞാൽ പ്രൊസ്ലൈറ്റ്സ്. അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുന്നത് യഹൂദിയയിലും കപ്പദോക്യയിലും പെന്തോസിലും ആസ്യയിലും ഫ്രങ്കുലിയയിലും ഫംബൂലിയയിലും മിസ്രൈമിലും ഖുറേനയ്ക്ക് ചേർന്ന ലിബിയ പ്രദേശങ്ങളിലും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ
അപ്പൊ ആരൊക്കെയാണ്? യഹൂദിയയിലും കപ്പദോക്കിയയിലും പന്തോസിലും ആസയിലും പ്രഗുല്യയിലും ഭംബൂലിയയിലും മിസ്രിമിലും കുറേനയ്ക്ക് ചേർന്ന ലിബ്യ പ്രദേശങ്ങളിലും യഹൂദന്മാരും യഹൂദ മതാനുസാരികളും, യഹൂദന്മാർ മാത്രമല്ല യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം ഈ നമ്മുടെ ഭാഷകളിൽ അവർ ദൈവത്തിന്റെ വൻകാര്യങ്ങളെ പ്രസ്താവിക്കുന്നത് കേൾക്കുന്നുവല്ലോ. അപ്പം അതായത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ പെന്തക്കോസ്തിയിലാണ് അവർ കൂടി വരുന്നത്. പെന്തക്കോസ്തി കൂടാൻ ലോകത്തിലെ ഒരു മതസമൂഹവും അവിടെ കൂടത്തില്ല. ഇവിടുത്തെ മറ്റാരും തന്നെ പെന്തക്കോസ്തിയിൽ അവിടെ കൂടത്തില്ല. ലോകത്തിലെ ഒരു അന്യമതക്കാരും യഹൂദന്റെ പെന്തക്കോസ്തി കൂടാൻ പോകത്തില്ല. അപ്പം ചിതറിപ്പോയി കിടക്കുന്ന നാളുകളായി ആ സമൂഹത്തിന്റെ ആ യഹൂദ മതത്തിന് കീഴിൽ ഉണ്ടായിരുന്നവര് വിവിധ പ്രാന്തപ്രദേശങ്ങളിൽ ഈ പറഞ്ഞ സോക്കോൾഡ് ഞാൻ ഈ പറഞ്ഞ ആ പ്രദേശങ്ങളിലേക്ക് ചിതറിപ്പോയ ആളുകള് വീണ്ടും അവരുടെ പെന്തക്കോസ്തിയിൽ വന്ന കാര്യമാണ്. അതിനകത്ത് ആരുണ്ട്? യഹൂദ മതാനുസാരികളും ക്രേത്യരും അറബിക്കാരുമായ നാം. അപ്പം ഇവരെല്ലാം വർഷങ്ങൾക്ക് മുമ്പേ കുടിയേറി പാർത്തവരാണ്. അതാത് പ്രദേശത്ത് പോയി കുടിയേറി അവർ വീണ്ടും മടങ്ങി വന്നവരാണ്. അവരെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം അതിന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുസലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാരുണ്ടായിരുന്നു. അപ്പം അവിടെ കൂടി വന്നവരാരായിരുന്നു? അതായത് ആകാശത്തിന് കീഴിലുള്ള എന്നൊക്കെ ഞാൻ ആകാശം ഭൂമി എന്താണെന്നൊക്കെ പറഞ്ഞു. ആകാശത്തിന് കീഴിലുള്ളെന്ന് പറഞ്ഞ ആലങ്കാരികമായി പറയുന്നത്, ഇന്ന് ആകാശത്തിന് കീഴിലുള്ള എന്നൊക്കെ പറയുമ്പോൾ ഒരു ആലങ്കാരിക ഭാഷയാണ്. അതായത് അവരുടെ സമൂഹത്തിൽ നിന്ന് പല ഭാഗങ്ങളിലേക്ക് പല രാജ്യങ്ങളിലേക്ക് ചിതറിപ്പോയ ആളുകളെയാണെന്ന് ഭൂമി മലയാളം എന്ന് പറഞ്ഞാൽ ഈ ഭൂമി മലയാളം മുഴുവനാണോ? അല്ല, നമ്മളൊരു പ്രാദേശികമായ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുന്ന ഒരു കാര്യമാണ്. അതെന്താണ്? അന്ന് ആകാശത്തിന് കീഴിലുള്ള സകല ജാതികളിൽ നിന്നും യെരുശലേമിൽ വന്ന് പാർക്കുന്ന യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാർ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പം യഹൂദന്മാരായ ഭക്തിയുള്ള പുരുഷന്മാര് ഈ പെന്തക്കോസ്തിയിൽ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായമൊക്കെ നമ്മൾ വായിക്കുമ്പം യഹൂദന്റെ യേശുക്രിസ്തു മരിച്ചു 50-ാം ദിവസം 50-ാമത്തെ ദിവസമാണ് പെന്തക്കോസ്തി. അപ്പൊ പെന്തക്കോസ്തിയിലാണ് ഈ ആളുകള് കൂടി വരുന്നത്. അപ്പൊ അന്ന് ദേവാലയമുണ്ട്. ഈ പെന്തക്കോസ്തി പെരുന്നാളിന്റെ സമയത്തൊക്കെ ദേവാലയം അവിടെ എക്സിസ്റ്റഡ് ആണ്. അപ്പം അന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അന്ന് ഈ ശലോമോന്റെ മണ്ഡപത്തിലാണ് പെന്തക്കോസ്തി. കാരണം അവര് കൂടുന്നത്. കാരണം ശലോമോന്റെ മണ്ഡപത്തില് അന്ന് 50,000 പേർക്ക് വരെ ഇരിക്കാൻ പറ്റുന്ന ഇടം ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് ചരിത്രം പറയുന്നത്. അവരവിടെയാണ് കൂടുന്നത്. അപ്പം പലരും പറയുന്നത് മർക്കോസിന്റെ മാളികമുറി എന്ന് പറഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് ചിന്തിക്കാമെന്നുള്ളതേ ഉള്ളൂ. മർക്കോസിന്റെ മാളിമുറിയിൽ എത്ര പേരെ ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊക്കെ ഉള്ളത്. അപ്പം ആ വിഷയം വിട്. അതിന് കൃത്യമായി ലൂക്കോസ് 24-ന്റെ അധ്യായത്തിൽ അവർ കൂടി വരുന്നത് എവിടെയായിരുന്നത് അവരുടെ അവസാന വാക്യങ്ങളിൽ നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. അപ്പം അതല്ല നമ്മുടെ വിഷയം. ജാതികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. അതായത് അടുത്തത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായം 5-ാം വാക്യത്തില് ഈ വാക്ക് കൂട്ടത്തിനൊക്കെയും ബോധ്യമായി വിശ്വാസവും പരിശുദ്ധാത്മാവും നിറഞ്ഞ പുരുഷനായ സ്തെഫാനോസ്, ഫിലിപ്പോസ്, പ്രക്കബോസ്, നിക്കനോർ, തീമോൻ, പർമനോസ്, യഹൂദാമതാനുസാരിയായ അന്ത്യോക്യക്കാരൻ നിക്കോലാവ് എന്നിവരെ തെരഞ്ഞെടുത്തു. അപ്പം യഹൂദാമതാനുസാരിയായ നിക്കോലാവിനെ വരെ അന്ന് മേശമേൽ ശുശ്രൂഷിക്കുന്നതിനായി തെരഞ്ഞെടുത്തതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം മതാനുസാരികൾ, ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? യഹൂദ മതാനുസാരികൾ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അവർക്ക് യഹൂദന്റെ ന്യായപ്രമാണമുണ്ട്. അപ്പം അടുത്തത് മത്തായി 22:16 അനന്തരം പരീശന്മാർ ചെന്ന് അവനെ വാക്കിൽ കൊടുക്കേണ്ടതിന് ആലോചിച്ചുകൊണ്ട് തങ്ങളുടെ ശിഷ്യന്മാരെ ഹേരോദ്യരോട് കൂടെ അവന്റെ അടുക്കൽ അയച്ചു. ഹേരോദ്യരോട് കൂടെ. ഹെരോദ്യർ എന്ന് പറഞ്ഞാൽ ആരാണെന്ന് നമുക്കറിയാം. യേശാവിന്റെ, അതായത് ഇസഹാക്കിന്റെ യാക്കോബ്, യേശാവിന്റെ സന്തതി പരമ്പരകളാണ് ഹെരോദ്യർ എന്ന് പറയുന്ന ആ അവസാന കാലഘട്ടത്തിലേക്ക്, ഹെരോദ്യരുടെ അല്ലെങ്കിൽ ഏദോമ്യരുടെ നാശ സമയത്തേക്ക് അവസാനം ഉണ്ടാകുന്ന ആ കൂട്ടത്തെയാണ് ഹെരോദ്യർ എന്ന് പറയുന്നത്. ഹെരോദ് ഇദൂമിയൻ എന്നൊക്കെയാണ്. കർത്താവിന്റെ കാലത്ത് ഹെരോദൊക്കെ എന്ന് പറഞ്ഞ ഇദൂമ്യന്മാരായിരുന്നു.
അപ്പം ഏതോമ്യരായിരുന്നു. ഇദോമ്യൻ മീൻസ് ഗ്രീക്കിൽ അതാണ് അത് അങ്ങനെ പറയുന്നത്. ഏതോമ്യന്മാരാണ്, അതായത് ഏതോമ്യൻസ്, ഇഡൂമിയൻസ് എന്നാണ് ബൈബിളിൽ നമുക്ക് ഇംഗ്ലീഷിൽ കാണുന്നത്. അപ്പം നാം പറഞ്ഞു ഹെരോദ്യരോട് കൂടെ അവരുടെ അടുക്കൽ അയച്ചു. അടുത്തത് മർക്കോസ് 3:6 അവനെ നശിപ്പിക്കേണ്ടതിന് ഹേരോദ്യരുമായി ആലോചന കഴിച്ചു. അപ്പൊ ഹേരോദ്യർ എന്ന് പറഞ്ഞത് യഹൂദ മതാനുസാരികളാണ്. നിർബന്ധിതമായി മക്കബരുടെ കാലഘട്ടത്തിൽ BC 167 മുമ്പുള്ള കാലഘട്ടത്തിൽ മക്കാബിയ സഹോദരങ്ങളുടെ കാലഘട്ടത്തിൽ നിർബന്ധിതമായി മക്കാബിയ സഹോദരന്മാർ ഇവരെ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തി. അവര് യഹൂദ മതാനുസാരികളായിരുന്ന ഹെരോദ്യര്. അത് നമ്മൾ മനസ്സിലാക്കാം. അപ്പം മർക്കോസിന്റെ സുവിശേഷം 12:13 അനന്തരം അവനെ വാക്കിൽ കൊടുക്കുവാൻ വേണ്ടി അവർ പരീശന്മാരിലും ഹെരോദ്യരിലും ചിലരെ അവന്റെ അടുക്കൽ അയച്ചു. അപ്പം യേശുവിനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടി ഹെരോദ്യരെ അയക്കണമെങ്കിൽ അവര് ഹെരോദ്യര് യഹൂദ മതാനുസാരികളാണ്. ഞാൻ പറഞ്ഞു വരുന്നതിന്റെ സാരം ജാതികൾ എന്ന വിഷയത്തെക്കുറിച്ച് ആണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, ബൈബിളിൽ പക്ഷേ ജാതികൾ ആരാണെന്ന് എഴുതിയിരിക്കുന്ന ഇന്ന് വരെ ഒരു പാസ്റ്റർമാരും ജാതികൾ ആരാണെന്ന് കേട്ടാൽ നമ്മൾ കേരളത്തിലുള്ളയോ നമ്മുടെ അയൽവക്കത്തുള്ളയോ അക്രവിസ്തരായ ആളുകളെല്ലാം ജാതികൾ എന്നാണ് പറഞ്ഞു പഠിപ്പിക്കുന്നത്. അതിനൊന്നൊരു തിരുത്തുണ്ടാകണം. ജാതികൾ ആരാണെന്ന് കൃത്യമായി ബൈബിളിൽ നിന്ന് നമ്മൾ ബൈബിൾ കൊണ്ട് മനസ്സിലാക്കി പഠിക്കണം. അപ്പൊ യോഹന്നാൻ 12:20 21 പെരുന്നാളിൽ നമസ്കരിപ്പാൻ നിന്നവരിൽ ചിലർ യവനന്മാരുണ്ടായിരുന്നു. യവനന്മാരെന്ന് പറഞ്ഞാൽ യവന സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ അലക്സാണ്ടറിന് ശേഷം ഇസ്രായേലിൽ മുഴുവൻ ആ യഹൂദന്മാര് നിർബന്ധിതമായി യവനവൽക്കരിക്കപ്പെട്ടു. അവിടെ അവര് യഹൂദ മതാനുസാരികളും എല്ലാം യവനന്മാരായി മാറി. ക്രിസ്തുവിന്റെ കാലഘട്ടം ആയപ്പോഴത്തേനും ഈ അരാമിക് ഭാഷയോ ഹീബ്രു ഭാഷയോ സംസാരിക്കുന്ന വളരെ കുറവ് ആളുകളായി. അപ്പൊ അവര് കൃത്യമായി മനസ്സിലാക്കിയത് എന്താണ്? ഇത് യവനന്മാരെന്ന് പറഞ്ഞാൽ ഈ മതാനുസാരികളാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. അടുത്ത എസ്തേറിന്റെ പുസ്തകം 8-ാം അധ്യായം അതിന്റെ 17-ാം വാക്യത്തിൽ നമുക്ക് ഇങ്ങനെ വായിക്കാൻ പറ്റുന്നുണ്ട്. രാജാവിന്റെ കൽപ്പനയും തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും പട്ടണങ്ങളിലും യഹൂദന്മാർക്ക് ആനന്ദവും സന്തോഷവും വിരുന്നും ഉത്സവവും ഉണ്ടായിരുന്നു. യഹൂദന്മാരുള്ള പേടി ദേശത്ത് ജാതികളിൽ മേൽ വീണതുകൊണ്ട് അവർ പലരും യഹൂദന്മാരായി തീർന്നു. അപ്പം ജാതികള് എങ്ങനെ എസ്തേറിന്റെ കാലത്ത് വസ്തി രാജ്ഞിയെ മാറ്റിയിട്ട് രാജസ്ഥാനത്ത് എസ്തേറിനെ ആക്കുമ്പോൾ അപ്പം അന്ന് യെരുശലേമിൽ മുഴുവൻ സമാധാനമായിരുന്നു, മതിലില്ലാത്ത പട്ടണമായിരുന്നു എന്നൊക്കെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അവരന്ന് ഇത് എപ്പോഴാണ് അവർ യഹൂദന്മാരായി സ്വതവേ യഹൂദന്മാരായി യഹൂദ മതം സ്വീകരിക്കുകയായിരുന്നു, യഹൂദരുടെ ദൈവത്തെ സ്വീകരിക്കുകയായിരുന്നു. അങ്ങനെ യഹൂദന്മാരായവരെ അവരെ വിളിക്കുന്ന പേരാണ് പ്രൊസ്ലൈറ്റ്സ്, യഹൂദ മതാനുസാരികൾ. ഇപ്പൊ നമ്മൾ ഈ സംസാരിച്ചതെല്ലാം ഈ യവനന്മാരെന്ന് പറയുന്നതും യഹൂദ മതാനുസാരികളായിരുന്നു. ഹെരോദ്യർ എന്ന് പറയുന്നത് യഹൂദ മതാനുസാരികളായിരുന്നു. അതാണ് നമ്മൾ സംസാരിച്ചു വരുന്നത്. ഇപ്പൊ ജാതികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ ബൈബിളിൽ നിന്ന് സംസാരിക്കുന്നത്. ഇപ്പൊ ഗ്രീക്കന്മാര് യവനന്മാര് അവര് യഹൂദ മതത്തിലേക്ക് ആകർഷകരായ യഹൂദന്റെ ദൈവത്തെ തെരഞ്ഞെടുത്തത് കൊണ്ട് അവരെ ജാതികൾ അഥവാ യഹൂദ മതാനുസാരികൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. ഒറിജിനൽ യഹൂദൻ എന്ന് പറയുന്നത് യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ച ജീനോളജി പ്രകാരം ഉള്ള യഹൂദനെയാണ് ഒറിജിനൽ യഹൂദൻ. ആ ഒറിജിനൽ യഹൂദൻ അല്ലാത്തവരെ എല്ലാം ബൈബിള് കാണുന്നത് നമുക്ക് വായിക്കാം, പുസ്തകത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. മുന്നമേ കയറി പറഞ്ഞാൽ നിങ്ങൾക്ക് സംശയങ്ങളുണ്ടാകും. ഞാൻ പറഞ്ഞു വന്നത് എസ്തേർ 8:17 രാജാവിന്റെ കൽപ്പന തീർപ്പും ചെന്നെത്തിയ സകല സംസ്ഥാനങ്ങളിലും. കാരണം 127 അഗസ്തോസ് രാജാവ് ആരാണ്? അദ്ദേഹം ബാബേൽ രാജാവായിരുന്നു. മേദ പേർഷ്യ രാജാവായിരുന്നു ഹെരോദ്. അദ്ദേഹം നമുക്കറിയാം എസ്തേറിന്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും 127 സംസ്ഥാനങ്ങളിൽ അന്ന് അടക്കി വാണിരുന്ന ആളായിരുന്നു അഗസ്വരോസ് രാജാവ്. അപ്പം ആ അഗസ്വരോസ് രാജാവിന്റെ കാലഘട്ടത്തിൽ യെരുസലേമിൽ ജനം മതിലില്ലാത്ത പട്ടണം, അന്ന് വലിയ സമാധാനം ആചരിച്ചു എന്നും പല പലരും യഹൂദ മതത്തിലേക്ക് ആകർഷകരായെന്നും എസ്തേറിന്റെ
പ്രവർത്തനഫലമായി അനേകർ യഹൂദമതം സ്വീകാര്യമായി അവർ സ്വീകരിച്ചു എന്ന് നമ്മൾ ഇപ്പോൾ എസ്തർ 8:17 നമുക്ക് കാണുവാൻ ഇടയായി തീർന്നു. അടുത്തത് യെശയ്യാവ് 14 അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞു, ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്തത് സ്വദേശത്തെ അവരെ പാർപ്പിക്കും. അന്യജാതിക്കാര് അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. അപ്പം അന്യജാതിക്കാരും യെശയ്യാവ് 14 അധ്യായം ക്രിസ്തുവിന് മുമ്പ് 550, 600, ഏതാണ്ട് 700 കാലഘട്ടത്തിൽ BC ആണ് യെശയ്യാവ് പ്രവചിക്കുന്നതെന്ന് ഓർമ്മ വേണം. യഹോവ യാക്കോബിനോട് മനസ്സലിഞ്ഞു, ഇസ്രായേലിനെ വീണ്ടും തെരഞ്ഞെടുത്ത് സ്വദേശത്തേക്ക് അവരെ പാർപ്പിക്കും. അന്യജാതിക്കാരെ അവരോട് യോജിച്ച് യാക്കോബ് ഗൃഹത്തോട് ചേർന്നുകൊള്ളും. ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗൃഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായും അടക്കിക്കൊള്ളും, അഥവാ പ്രൊസ്ലൈറ്റ്സ് ആയി. നമ്മൾ ഈ നിസ്സാരവൽക്കരിച്ച് കിടക്കുന്ന കാര്യങ്ങളെ നമ്മള് പഠിക്കാതെ എല്ലാം ജാതികൾ എന്ന് കേട്ട ഉടനെ നമ്മൾ കോട്ടയത്ത് ഉള്ള മമ്മൂഞ്ഞും അപ്പുറത്തുള്ള കേശവനും അല്ലെങ്കിൽ ഇന്നലത്തുള്ള ആന്ധ്രാപ്രദേശിലുള്ള രാമയ്യായും തമിഴ്നാട്ടിലുള്ള കരുണാനിധിയൊക്കെ ജാതികളാണ്, അവരുടെ പൂർണ്ണസംഖ്യ ചേരുമ്പോഴാണ് കർത്താവ് വരുന്നതെന്നുള്ളൊരു പൊതുവെയുള്ള ഒരു പഠിപ്പിലുണ്ട്. അതിനെ ഇന്ന് അതുകൊണ്ടാണ് നമ്മൾ ഈ വിഷയം തന്നെ എടുക്കുന്നത്. ഈ വിഷയം നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ജാതികൾ ഏതാണെന്നുള്ള വിഷയത്തിനകത്ത് സംശയം ലേശമന്യേ. ഞാൻ നിങ്ങൾക്ക് ഇത് ആദ്യം കേട്ടാൽ മനസ്സിലാക്കത്തില്ല, നിങ്ങളിത് വീണ്ടും വീണ്ടും ഇത് കേട്ടിട്ട് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ പറഞ്ഞു, ആദ്യത്തേത് എന്താണ് പറഞ്ഞത്? യഹൂദ പ്രൊസ്ലൈറ്റ്സ്, യഹൂദ മതാനുസാരികളെ. 2, പടിവാതിക്കൽ യഹൂദന്മാർ. പ്രൊസ്ലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ്, അഥവാ അഗ്രചർമ്മി. ന്യായപ്രമാണം അവരെടുക്കത്തില്ല, യഹൂദന്റെ ദൈവത്തെ അവരെടുക്കും. ന്യായപ്രമാണം അവർക്കില്ല, അവരെടുക്കത്തില്ല. ന്യായപ്രമാണം അവർക്ക് വേണ്ട. കാരണം അവന്റെ കൽപ്പനകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ഉള്ള 613 കൽപ്പനകൾ എടുക്കത്തില്ല, അവരുടെ ദൈവത്തെ എടുക്കുക. ആ പടിവാതിക്കൽ യഹൂദൻ, അല്ലെ പ്രൊസ്ലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ്. പുറപ്പാട് ദിവസം 12:48 എടുത്ത് വായിച്ചു നോക്കണം. ഒരു അന്യജാതിക്കാരൻ നിന്നോടുകൂടെ പാർത്ത് യഹോവയ്ക്ക് പെസഹ ആചരിക്കണമെങ്കിൽ അവനുള്ള ആണൊക്കെയും പരിച്ഛേദന ഏൽക്കണം. അതായത് അവൻ അഗ്രചർമ്മം ചെയ്യും, പരിച്ഛേദന ഏൽക്കണം. അടുത്തിട്ട് അതിനുശേഷം അത് ആചരിക്കേണ്ടതിന് അവന് അടുത്തു വരാം. ഏതാണ്? പെസഹ ആചരിക്കേണ്ടതിന് അവൻ അടുത്തു വരാം. അവൻ സ്വദേശിയെ പോലെ ആകും. പരിച്ഛേദന ഇല്ലാത്ത ഒരുത്തനും അത് തിന്നരുത്. എന്നിട്ട് സ്വദേശിക്കും നിങ്ങളുടെ ഇടയിൽ പാർക്കുന്ന പരദേശിക്കും ഒരു ന്യായപ്രമാണം തന്നെ ആയിരിക്കണം. അപ്പം ഈ പടിവാതിക്കൽ യഹൂദൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരെന്താണ്? പ്രൊസലിറ്റ്സ് ഓഫ് ദ ഗേറ്റ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. അടുത്ത പുറപ്പാട് ദിവസം 20:10 നമുക്കൊന്ന് വായിക്കാം. 7-ാം ദിവസം നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ പുത്രനും പുത്രിയും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കന്നുകാലികളും നിന്റെ പടിവാതിൽക്കലിനകത്തുള്ള പരദേശിയും ഒരു വേലയും ചെയ്യരുത്. അപ്പൊ ഈ പരദേശി എന്ന് പറഞ്ഞ യഹൂദ മതാനുസാരിയാണ്, യഹൂദ പ്രൊസ്ലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവൻ യഹൂദന്റെ ദൈവത്തെ ആരാധിക്കും, പക്ഷേ അവന്റെ 618 കൽപ്പനകൾ അവൻ എടുക്കത്തില്ല. അല്ല, 613 കൽപ്പനകൾ അവന് സ്വീകാര്യമല്ല. ഞാൻ പറഞ്ഞല്ലേ, അപ്പൊ എത്ര കൂട്ടം പറഞ്ഞ? 1 പ്രൊസ്ലൈറ്റ്സ് അഥവാ മതാനുസാരി, 2 പ്രൊസ്ലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ്. അടുത്ത ഡ്യൂട്രോണമി 5-ാം അധ്യായം 14-ാം വാക്യം, ആവർത്തനം 5:14 കൂടെ. 7-ാം ദിവസമോ നിന്റെ ദൈവമായ യഹോവയുടെ ശബത്താകുന്നു. അന്ന് നീയും നിന്റെ മകനും മകളും നിന്റെ വേലക്കാരനും വേലക്കാരത്തിയും നിന്റെ കാളയും കഴുതയും എന്നിട്ട് പറഞ്ഞിട്ട് താഴോട്ട് പറയാം, നിന്റെ പടിവാതിലിനകത്തുള്ള അന്യനും ഒരു വേലയും ചെയ്യരുത്. കാരണം ശബത്തില് ഒരു വേലയും ചെയ്യരുതെന്നാണ് എഴുതിയിരിക്കുന്നത്. പടിവാതിലിനകത്തുള്ള ഒരുത്തനും ഒരു വേലയും ചെയ്യരുത്, ശബത്ത് ആചരിക്കണമെന്നാണ്. കാരണം അന്യമതസ്ഥന് അവരെ എന്താണ്? പ്രൊസ്ലൈറ്റ്സ് ആണ് അവര്. അടുത്തത് പരദേശി. പരദേശി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ദൈവത്തെ സ്നേഹിക്കും, ന്യായപ്രമാണം അവർക്ക് വേണ്ട. അപ്പം പരദേശി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ കൺസെപ്റ്റ് അനുസരിച്ച് പരദേശി എന്ന് പറഞ്ഞാൽ യഹൂദന്റെ ദൈവത്തെ അവർ സ്നേഹിക്കും, പക്ഷേ ന്യായപ്രമാണം അവര് അനുഷ്ഠിക്കത്തില്ല. അപ്പൊ ആവർത്തനം 24:14 നിന്റെ പട്ടണങ്ങളിലുള്ള പരദേശികൾ എന്നവിടെ പറയുന്നുണ്ട്. 24:14 അവര് ഈ പടിവാതിക്കൽ യഹൂദന്മാരാണ്. അടുത്തത് ഡ്യൂട്രോണമി 26:12 ലേവിനും പരദേശികളിൽ ദശാംശം കൊടുക്കണം വിളവിന്റെ. അതായത്
കാരണം ഈ ശബത്തില് ഇവർക്ക് എന്താണ്, അല്ലെങ്കിൽ ഈ 7 വർഷം കൂടുമ്പോൾ 1 വർഷം എന്ന് പറയുന്നത് ശബത്ത് വർഷമാണ്. ആ ശബത്ത് വർഷത്തിൽ അവര് അന്യരും പരദേശികളും അതുപോലെ തന്നെ വളരെ സമൂഹത്തിൽ അവരുടെ ഇടയിൽ ഏറ്റവും അക്ഷരർക്കുമാണ് അവിടുത്തെ നിലത്തിലെ വിളവുകളെല്ലാം തനിയെ ഉണ്ടാകുന്ന എല്ലാ കാല മുഴുവൻ അവർക്കാണ്. അപ്പം ഇത് അവർ 490 വർഷം അനുഷ്ഠിക്കാഞ്ഞത് കൊണ്ടാണ് അവർ 70 സംവത്സരത്തിലേക്ക് പ്രവാസത്തിലേക്ക് പോകുന്നതൊക്കെ നമുക്ക് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാൻ അതിൽ തൊടുന്നില്ല. നമ്മുടെ 2 കൂട്ടം ആളുകളെ പറഞ്ഞു. എന്താണ്? ഒന്ന് പ്രൊസ്ലൈറ്റ്സ്, 2 പ്രൊസ്ലൈറ്റ്സ് ഓഫ് ദ ഗേറ്റ്. മൂന്നാമത്തെ നമ്മൾ വീണ്ടും ഡ്യൂട്രോണമി 31:12 പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടുപഠിച്ചു നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിന്റെ വചനങ്ങളൊക്കെയും പ്രമാണിച്ചു നടക്കേണ്ടതിന് അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിനും. അപ്പം എന്താണ്? പുരുഷന്മാരും സ്ത്രീകളും കുട്ടികളും നിന്റെ പട്ടണത്തിലുള്ള പരദേശിയും കേട്ടുപഠിച്ച് നിങ്ങളുടെ ദൈവമായ യഹോവയെ ഭയപ്പെട്ട് ഈ ന്യായപ്രമാണത്തിലെ വചനങ്ങളൊക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് അവയെ അറിഞ്ഞിട്ടില്ലാത്ത അവരുടെ മക്കൾ കേൾക്കേണ്ടതിന്. ഒരു തലമുറ ഇങ്ങനെ വരികയാണ് യഹൂദ മതാനുസാരികളായി. അപ്പം യഹൂദ മതാനുസാരികളായി ഒരു തലമുറ യഹൂദന്മാരുടെ ഇടയിൽ തന്നെ വളർന്നു വരികയാണ്. ഉപദ്യാപന്റെ പുസ്തകം 1-ാം അധ്യായം 11-ാം വാക്യത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നുണ്ട്: നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ച് കൊണ്ടുപോകുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുസലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തിനെ പോലെ ആയിരുന്നു എന്ന് നമ്മൾ ബൈബിളിൽ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവർക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവര് നീ എതിരെ നിന്ന നാളിൽ അന്യജാതിക്കാർ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളിൽ കടന്ന് യെരുസലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുത്തിനെ പോലെ ആയിരുന്നു. ആര്? ഈ ജാതികളെ പോലെ ആയി മാറിയെന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഉപദ്യാപം 1:11 നീ എതിരെ നിന്ന നാളിൽ എന്ന് വെച്ചാൽ യഹൂദന്മാര് സർവശക്തനായ ദൈവത്തിനെതിരെ നിന്ന് അല്ലെങ്കിൽ അവരുടെ ദൈവത്തിനെതിരെ നിന്ന നാളിൽ അന്യജാതിക്കാരൻ അവന്റെ സമ്പത്ത് അപഹരിച്ചു കൊണ്ടുപോവുകയും അന്യദേശക്കാർ അവന്റെ ഗോപുരങ്ങളെ കടന്ന് യെരുസലേമിന് ചീട്ടിടുകയും ചെയ്ത നാളിൽ തന്നെ നീയും അവരിൽ ഒരുവനെ പോലെയായി തീർന്നു. ആര്? യഹൂദന്മാര്. ആരെ പോലെ? അന്യജാതിക്കാരെ പോലെ. അപ്പം അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായം 20-ലും 29-ലും അവിടെ അവർക്ക് ന്യായം അവിടെ യെരുശലേം കൗൺസിൽ കൂടുമ്പോൾ അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താണ്? ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വന്നവർക്ക് അവിടെ ഞാൻ ആ വാക്യം ഒന്ന് വായിച്ചെങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. 15-ാം അധ്യായത്തില് യെരുശലേം കൗൺസിൽ കൂടിയിട്ട് അവര് തീർപ്പ് കൽപ്പിക്കുന്നത് അതിന്റെ 15-ഉം അതിന്റെ 29 വാക്യങ്ങളിൽ നമുക്ക് കാണാൻ പറ്റും. ഞാനൊന്ന് വായിക്കാം, നിങ്ങളത് മനസ്സിലാക്കുക. അവിടെ 15-ാം വാക്യത്തിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്? 20-ാം വാക്യം അവിടെ ഇങ്ങനെയാണ് കാണുന്നത്. ആകയാൽ ജാതികളിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് തിരിയുന്നവരെ നാം അസഹ്യപ്പെടുത്താതെ അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പം ഈ ജാതികൾ എന്ന് പറഞ്ഞാൽ, അതായത് ജാതികൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ജാതികൾ എന്ന് കേട്ട ഉടനെ അവര് യഹൂദന്മാര് അന്നത്തെ അല്ലെങ്കിൽ കർത്താവിന്റെ ശിഷ്യന്മാരൊന്നും ലോകം മുഴുവനും അന്ന് എത്തിയിട്ടില്ല. അപ്പോസ്തല പ്രവർത്തനങ്ങൾ ആരംഭിച്ചതേ ഉള്ളൂ. പ്രവർത്തനം ആരംഭിച്ചപ്പോൾ 15-ാം അധ്യായത്തിൽ യെരുശലേം കൗൺസിൽ കൂടുമ്പോൾ ജാതികളിൽ നിന്ന് വിശ്വാസത്തിലേക്ക് വരുന്നത് ഈ മതത്തിലേക്ക് സ്വീകരിച്ച അല്ലെങ്കിൽ ഈ മതാനുസാരികളായിരുന്ന ജനത്തെ, കാരണം കാലങ്ങളായി യഹൂദന്റെ മതങ്ങളും അനുഷ്ഠാനങ്ങളും ചെയ്തിരുന്ന പ്രൊസ്ലൈറ്റ്സ് യഹൂദ മതാനുസാരികളെയും ഈ പടിവാതിക്കൽ യഹൂദന്മാരെയും എന്താണ് അവര് വിശ്വാസമാർഗത്തിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ അപ്പോസ്തലനായ പത്രോസിന്റെയും പൗലോസിന്റെയും ആ 12 ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി അവര് വിശ്വാസത്തിലേക്ക് വരുമ്പോൾ അവരെ പ്രബോധിപ്പിക്കേണ്ടത് ഈ 613 കൽപ്പന കൊടുക്കാനല്ല അവരോട് പറഞ്ഞത്. അവരോട് എന്താണ് പറഞ്ഞത്? അവർ വിഗ്രഹമാലിന്യങ്ങൾ, പരസംഗം, ശ്വാസം മുട്ടിച്ചത്തത്, രക്തം എന്നിവ വർജിച്ചിരിപ്പാൻ നാം അവർക്ക് എഴുതണമെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നു. അപ്പൊ അതിന്റെ 29-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്ക് കാണുന്നത് അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഇവ വർജിച്ച് സൂക്ഷിച്ചു കൊണ്ടാൽ നന്ന് ശുഭമായിരിക്കും.
അപ്പം അവിടെ മേളിലും പറയുന്നുണ്ട്, വിഗ്രഹാർപ്പിതം, രക്തം, ശ്വാസം മുട്ടിച്ചത്, പരസംഗം എന്നിവ വർജിക്കുന്നത് ആവശ്യമെന്നല്ലാതെ അധിക ഭാരം ഒന്നും നിങ്ങളുടെ മേൽ ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവിന് ഞങ്ങൾക്കും തോന്നിയിരിക്കുന്നു. ഇപ്പൊ 1-ാം നൂറ്റാണ്ടിൽ അപ്പോസ്തലന്മാർക്ക് പരിശുദ്ധാത്മാവ് നൽകിയത് എന്താണ്? ഈ അധിക ഭാരം ഒന്നും ചുമത്തരുത് എന്ന് പരിശുദ്ധാത്മാവ് അന്നേ ബോധിപ്പിച്ചതാ. പക്ഷെ ഇന്നത്തെ നമ്മുടെ ഇന്നത്തെ നമ്മുടെ പരിശുദ്ധന്മാരെല്ലാം എന്താ പറയുന്നത്? ഈ യഹൂദന്റെ 613 കൽപ്പനകളും നമുക്കുണ്ട്. അപ്പൊ അവിടെ എന്താണ് പറഞ്ഞത്? 1-ാം യെരുശലേം കൗൺസിലിൽ, ആദ്യത്തെ സിനഗോഗസിൽ അപ്പോസ്തലന്മാർ അവിടെ തീർപ്പ് കൽപ്പിക്കുന്നത് എന്താണ്? ഈ കാര്യങ്ങളെ തീർപ്പ് കൽപ്പിച്ചിട്ട് മതത്തിലേക്ക് വരുന്നവരെ, മതാനുസാരികളെ ഈ കാര്യങ്ങൾക്ക് തീർപ്പ് കൽപ്പിച്ചിട്ട് അവർ വ്യക്തമായിട്ട് പറയുമ്പോൾ ഇതിനപ്പുറമായി നമ്മളെന്തോ ചെയ്യാൻ ഈ കാലഘട്ടത്തിൽ? അപ്പോസ്തല പ്രവൃത്തി 10-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ അവിടെ മതാനുസാരികളെ കുറിച്ച് അവിടെ പറയുന്നത് നമുക്ക് കൊർന്നല്യോസിനെ കുറിച്ച് കാണാൻ പറ്റും. ഞാൻ ആ വാക്യം ഒന്ന് എടുക്കാം. കൊർന്നല്യോസ് കൈസരിയിൽ ഇത്യാലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. ഈ ശതാധിപൻ എന്ന് പറയുന്നത് യഹൂദ മതാനുസാരിയായിരുന്നു. പടിവാതിക്കൽ യഹൂദനായിരുന്നു. യഹൂദ മതാനുസാരികളായിരുന്നു. അപ്പൊ ഇത് നാം മനസ്സിലാക്കുക. ഇദ്ദേഹം ഒരു മതാനുസാരിയാണ്. കാരണം യഹൂദന്റെ ദൈവത്തെ എടുക്കുന്ന ന്യായപ്രമാണം അദ്ദേഹം എടുത്തിട്ടില്ല. അപ്പം ഈ ആളിന് അതുകൊണ്ടാണ് പറയുന്നത്, കൈസരിൽ ഇത്താലിക എന്ന പട്ടാളത്തിൽ കൊർന്നല്യോസ് എന്ന പേരുള്ള ഒരു ശതാധിപൻ ഉണ്ടായിരുന്നു. അവൻ ഭക്തനും തന്റെ സകല ഗ്രഹത്തോടും കൂടെ ദൈവത്തെ ഭയപ്പെടുന്നവനുമായി ജനത്തിന് വളരെയധികം ധർമ്മം കൊടുത്തും എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിച്ചും പോന്നു. അപ്പം ആ കൊർന്നല്യോസ് എന്ന് പറയുന്നത് പോലും ഒരു മതാനുസാരിയായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം. അപ്പം നമ്മുടെ ബൈബിളിനകത്ത് ഈ ജാതികൾ എന്ന് കേട്ട ഉടനെ നമുക്ക് ചുറ്റും പാർക്കുന്ന ക്രൈസ്തവരൊഴിച്ചുള്ള ആളുകളെ കുറിച്ചല്ല അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യഹൂദന്മാരെന്ന്, ഒറിജിനൽ യഹൂദൻ എന്ന് പറഞ്ഞാൽ യാക്കോബിന്റെ കടിപ്രദേശത്ത് നിന്ന് ഉത്ഭവിച്ചവൻ, അത് ജീനിയോളജി പ്രകാരം ഒറിജിനൽ യഹൂദൻ. അല്ലാതെ ബാക്കിയുള്ളവരെല്ലാം യഹൂദന്റെ ദൈവത്തെ 1-ാം നൂറ്റാണ്ടിൽ തന്നെ അല്ലെങ്കിൽ ആ കാലങ്ങളായി അവര് മിസ്രൈമിൽ നിന്ന് അവരോട് കൂടെ ഒരു സമ്മിശ്ര ജാതി ഉണ്ടായിരുന്നു എന്ന് പുറപ്പെട്ടു വന്നപ്പോൾ ഉണ്ടായിരുന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സമ്മിശ്രവാദി ഇറങ്ങി വന്നപ്പോഴെല്ലാം ഈ മരുഭൂമി 40 വർഷം യഹൂദന്റെ ദൈവാരാധനയും അവരുടെ മാറി മാറിയുള്ള കൂടാരങ്ങൾ അടിച്ചും അവിടെയെല്ലാം ഇവര് ഇത് കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവരെല്ലാം സ്വതവേ ഈ മതത്തിലേക്ക് ആകൃഷ്ടരായി അത് ചേർന്നു. അവരെ വിളിക്കുന്നത് ജാതികൾ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ അവര് യഹൂദ മതാനുസാരികളാണ്. പല ഭാഗങ്ങളിൽ ഇവരെ ജാതികൾ എന്ന് എന്തിന് യഹൂദനെ തന്നെ ജാതികൾ എന്ന് വിളിച്ചതായിട്ട് ബൈബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നു. ഞാൻ താഴോട്ട് വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും യഹൂദനെ തന്നെ ജാതികൾ എന്ന് ബൈബിളിൽ അഭിസംബോധന ചെയ്തിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ യെരമ്യാവ് 11-ന്റെ 16, 17, 18 വാക്യങ്ങൾ ഞാൻ വായിക്കാൻ പോവുകയാണ്. യെരമ്യാവിന്റെ പുസ്തകം 11-ാം അധ്യായം അതിന്റെ 16, 17 ഞാൻ വായിക്കാം. നിങ്ങൾ മനസ്സിലാക്കുക സഹോദര. ഈ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മുഴുവൻ പഠനങ്ങൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പൊ ഞാൻ യെരമ്യാവിന്റെ പുസ്തകം ഇന്ന് രാത്രി ഞാൻ വായിക്കുക, നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുകയാണ്. 11-ന്റെ 16 നിങ്ങളുടെ മുമ്പിൽ വ്യക്തമായിട്ട് ഞാൻ വെക്കുകയാണ്. 11-ന്റെ 16 മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് യഹോവ നിനക്ക് പേര് വിളിച്ചിരിക്കുന്നു. എന്നാൽ മഹാകോലാഹലത്തോടെ അവർ അതിന് തീവെച്ചു, അതിന്റെ കൊമ്പുകൾ ഒടിഞ്ഞു കിടക്കുന്നു. ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കുക. നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. അപ്പൊ കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആയിരുന്നു യഹൂദ ഗ്രഹവും അതുപോലെ തന്നെ ഇസ്രായേൽ ഗ്രഹവും. രാജ്യവിഭജനത്തിന് ശേഷം യഹൂദ എന്നും ഇസ്രായേൽ എന്നും രണ്ടായി പിരിഞ്ഞ അവരെ നോക്കി പറയുകയാണ്, പ്രവാചകൻ പറയുകയാണ്, ദൈവം നട്ട ഒലിവായിരുന്നു. ഇപ്പം കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആരായിരുന്നു? ഈ യഹൂദൻ തന്നെയായിരുന്നു. അവര് കാട്ടൊലിവായത് എങ്ങനെയാണെന്ന് താഴെ തന്നെ ഉണ്ട്. എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? എന്നാൽ മഹാകോലാഹലത്തോടെ അവർ അതിന് തീ വെച്ച് കളഞ്ഞു. അവർ അതിന്റെ കൊമ്പുകളും ഒടിഞ്ഞു കിടക്കുന്നു. ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിപ്പിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കാൻ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു.
അപ്പം അവിടെ കൃത്യമായിട്ട് പറയുന്നു, അന്യദേവനെ ആരാധിച്ച സമൂഹം, അന്യദേവന്റെ പുറകെ പോയ ആളുകളെ അവരെ പിന്നീട് വിളിക്കുന്നത് അന്യമത ആരാധനയ്ക്ക് പോയ അന്യദേവനെ, ബാൽ എന്ന ദൈവത്തെ ആരാധിച്ചപ്പോൾ, ഹോശേയ പ്രവചനം 13-ാം അധ്യായം 1-ാം വാക്യം വായിച്ചാൽ മതി. ഹോശേയ പ്രവചനത്തിൽ എന്താണ് അവിടെ അഭിസംബോധന ചെയ്തിരിക്കുന്നതെന്ന്. ഈ ഇസ്രായേൽ ഗ്രഹത്തെ അവിടെ പറയുന്നത് എന്താണ്? കൃത്യമായിട്ട് എഴുതിയിരിക്കുകയാണ്. അവർ ബാൽ മുഖാന്തരം, ഞാൻ ഹോശേയ പ്രവചനം തന്നെ എടുത്ത് വായിക്കാം. നിങ്ങൾക്ക് ഈ പ്രവചനങ്ങളെ പഴയ നിയമത്തിൽ എന്തിനാണ് പുതിയ നിയമത്തിൽ നാം എന്ന് ജീവിക്കുമ്പോൾ പഴയ നിയമ പ്രവചനങ്ങൾ എടുത്ത് വായിക്കുന്നത് പലരും എന്നോട് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്റെ സഹോദരയെ, പഴയ നിയമത്തിന്റെ നിവർത്തിക്കാണ് യേശു കർത്താവ് ഭൂമിയിലേക്ക് വന്നത്. പഴയ നിയമത്തെ നിവർത്തി തീർക്കാനാണ് യേശു കർത്താവിന്റെ വരവ് പോലും. ഹോശേയ പ്രവചനം 13-ാം അധ്യായം ഞാൻ നിങ്ങളുടെ മുമ്പിൽ വായിക്കുകയാണ്. ഹോശേയ 13 അവിടെ എടുത്ത് വായിക്കാം. അവിടെ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. അച്ചടികമായി ഡെത്തായെന്നല്ല അതിന്റെ അർത്ഥം. ബാൽ എന്ന ദൈവത്തിന്റെ പുറകെ പോയ എഫ്രൈം എന്ന് പറയുന്നത് യോസഫിൻ ഗ്രഹത്തെയാണ് എഫ്രൈം എന്ന് വിളിക്കുന്നത്, അഥവാ യാക്കോബിൻ ഗ്രഹത്തെ. അതിനെ ഇസ്രായേൽ എന്നും വിളിക്കും. അപ്പൊ ഈ ഇസ്രായേൽ സമൂഹം ബാൽ എന്ന ദൈവത്തിന്റെ പോരെ പോയി നോർത്തേൺ കിങ്ഡം ഓഫ് ശമരിയ, അതായത് ആ കാണാതെ പോയ ആടുകൾ എന്ന് ബൈബിൾ വിവക്ഷിക്കുന്ന അവരെ വിളിക്കുന്നത് ബാൽ എന്ന ദൈവത്തിന്റെ പുറകെ പോയത് കൊണ്ട് അവർ മരിച്ചവരായി തീർന്നു എന്നാ. ഈ ഹോശേയ പ്രവചനം നിങ്ങൾ വളരെ വളരെ ശ്രദ്ധയോടെ 13-ാം അധ്യായം ഹോശേയ മുഴുവൻ വായിച്ചാല് കൃത്യമായി ബൈബിളിന്റെ എല്ലാ ഇതിവൃത്തം, പുതിയ നിയമത്തിന്റെ ഏറെക്കുറെയുള്ള ഇതിവൃത്തങ്ങളെല്ലാം ഇതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. മനസ്സിരുത്തി വായിച്ച് ഇനി ഭാവിയില്ല നടക്കുന്നതെന്ന് വെച്ച് വായിച്ചാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. അതൊന്നും മനസ്സിലാവില്ല. ഇനി ഭാവിയിലൊന്നും നടക്കേണ്ട കാര്യമല്ല. ഒരു പ്രവാചകനും ലോകത്തിൽ ആരോടും പ്രവചിച്ചിട്ടില്ല. അത് യഹൂദന്മാരോട് മാത്രമാണ്. അതിന് തെളിയിക്കാൻ പറ്റുന്ന ഏതെങ്കിലും അച്ചാച്ചന്മാരുണ്ടെങ്കിൽ വാ, നമുക്ക് തെളിയിക്കാം. അല്ലാതെ ലോകത്തിൽ ആരോടും ഒന്നും ഈ പറഞ്ഞിരിക്കുന്ന ഹോശേയ പ്രവചിച്ചിട്ടില്ല. ആ ഹോശേയ പ്രവചനത്തിൽ കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്, എഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി, അവൻ ഇസ്രായേലിന്റെ മികച്ചവനായിരുന്നു. ആര്? എഫ്രൈം സമൂഹം, യാക്കോബ് ഗ്രഹം അല്ലെങ്കിൽ യോസഫിൻ ഗ്രഹം എന്നൊക്കെ വിളിക്കുന്ന ആ പേരുകളിൽ വിളിക്കുന്ന ആ സമൂഹം അന്യദേവനെ ആരാധിക്കാൻ പോയപ്പോൾ അവർ മരിച്ചവനായി തീർന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആരായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ എന്ന് പറഞ്ഞ ഈ 2 ഗ്രഹങ്ങളുമായിരുന്നു. യെരമ്യാവ് 11, 16, 17, 18 വാക്യങ്ങളിൽ. ഇപ്പം മനോഹര ഫലങ്ങളാൽ ശോഭിതമായ പച്ച ഒലിവ് വൃക്ഷം എന്ന് നിനക്ക് യഹോവ നിനക്ക് വേറെ വിളിച്ചിരിക്കുന്നു. അതെ, എന്നാൽ കോലാഹലത്തോടെ അവൻ അതിന് തീ വെച്ച് കളഞ്ഞു, അതിന്റെ കൊമ്പുകൾ ഒടിഞ്ഞു കിടക്കുന്നു. ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും ബാലിന് ധൂപം കാട്ടി എന്നെ കോപിച്ചതിൽ ദോഷം പ്രവർത്തിച്ചിരിക്കയാൽ നിന്നെ നട്ടിരിക്കുന്ന സൈന്യങ്ങളുടെ യഹോവ നിനക്ക് അനർത്ഥം വിധിച്ചിരിക്കുന്നു. അതിന്റെ 13-ാം അധ്യായം 10-ാം വാക്യത്തിൽ 10ഉം 11ഉം നമുക്ക് വായിക്കാം. യെരമ്യാവ് 13-ാം അധ്യായത്തിൽ അതിനെ എങ്ങനെയാണ് അവര് സംഭവിച്ചെന്ന് അതിന്റെ 10ഉം 11ഉം. യെരമ്യാവ് 13-ന്റെ 10ഉം 11ഉം അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്: എന്റെ വചനം കേൾപ്പാൻ മനസ്സിലാതെ ഹൃദയത്തിന്റെ ഷാഠ്യം പോലെ നടക്കുകയും അന്യദേവന്മാരെ സേവിച്ച് നമസ്കരിക്കേണ്ടതിന് അവരോട് ചേരുകയും ചെയ്യുന്ന ഈ ദുഷ്ടജനം ഒന്നിനും കൊള്ളരുതാത്ത ഈ കച്ച പോലെ ആയിത്തീരും. കച്ച ഒരു മനുഷ്യന്റെ അരയോട് പറ്റിയിരിക്കുന്നത് പോലെ ഞാൻ ഇസ്രായേൽ ഗ്രഹത്തെ മുഴുവനും യഹൂദ ഗ്രഹത്തെ മുഴുവനും എനിക്ക് ജനവും കീർത്തിയും പ്രശംസയും അലങ്കാരവുമാക്കേണ്ടതിന് എന്നോട് പറ്റിയിരിക്കുമാറാക്കി അവർക്കും അനുസരിപ്പാൻ മനസ്സായില്ല. എന്ത് കൃത്യമായിട്ടാണ് ബൈബിളിലെ പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത്. യെരമ്യാവ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? എങ്ങനെയാണ് ഇവർ വൈൽഡായി പോയത്, കാട്ടൊലിവായി പോയത് എന്ന് കൃത്യമായിട്ട് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഞാൻ വായിച്ചത് യെരമ്യാവ് 10-ന്റെ 11-ന്റെ 16ഉം 17ഉം അതുപോലെ തന്നെ യെരമ്യാവ് 13-ന്റെ 10ഉം 11ഉം വാക്യങ്ങളിൽ ഇവര് വൈൽഡായി പോയത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ക്ലബ് ഹൗസിൽ ഒരു ചർച്ച നടന്നിട്ടുണ്ട്. ഒരു കാൽവിനിസ്റ്റ് സഹോദരൻ എന്നോട് ജാതികൾ എന്ന് കേട്ടാൽ ഉടനെ ഇവിടെ ചാടി വന്നിട്ട് ഒരു സംശയം ചോദിച്ചു, നമ്മളെല്ലാം ജാതികളാണെന്ന്. എന്റെ പൊന്നു സഹോദരൻ, ആ വിഷയത്തിൽ അവരൊരു സംവാദത്തിന് വിളിച്ചിട്ട് അവൻ വന്നില്ല. അപ്പം സംവാദത്തിന് വിളിച്ചിട്ട് ആ പ്രിയപ്പെട്ട സഹോദരൻ വന്നില്ല. ഇപ്പൊ ജാതികൾ എന്ന് കേട്ട ഉടനെ നമ്മുടെ അയലോക്കത്തുള്ള അക്രൈസ്തവരായ ജനങ്ങളെല്ലാം ജാതികളാണ്, അതുകൊണ്ടാണ് ഇവര് സുവിശേഷം പ്രസംഗിക്കാൻ ലോകം മുഴുവൻ ഓടി നടക്കുന്നത്. ഈ ജാതികളെ ചേർക്കണം, കാരണം ഇസ്രായേലിന് ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരണം. ഇതെന്തോ ഒരു മണ്ടത്തരമാണ് പഠിപ്പിക്കുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്നെങ്കിൽ മാത്രമേ കർത്താവിന് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന ജാതികൾ എന്ന് പറഞ്ഞാണ് എന്താണ്? കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആരായിരുന്നു? ഈ യഹൂദന്മാര് തന്നെയായിരുന്നു.
പക്ഷേ ഞാൻ വീണ്ടും വായിക്കുന്നു, യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 25:11 മുതൽ താഴോട്ട് വായിക്കാം. ഈ ജാതികൾ ബാബേൽ രാജാവിനെ 70 സംവത്സരം സേവിക്കുമെന്ന് യഹോവയുടെ അരുളപ്പാട്. അല്ല, ബാബേൽ രാജാവിനെ സേവിക്കാൻ പോയ ജാതികൾ ഏതാ? അവിടെ ജാതികൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. ബാബേൽ രാജാവിനെ സേവിക്കാൻ പോയ ജാതികൾ ഏതാ? അവിടുത്തെ തങ്കച്ചനും അപ്പുറത്തെ മറിയാമ്മയും അപ്പുറത്തെ അന്നമ്മയും ഇപ്പുറത്തെ കേശവനാണ് പോയത്. അവിടെ ജാതികൾ എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പൊ യഹൂദന്മാരെയാണ് അവിടെ വിളിച്ചിരിക്കുന്നത്. ഇപ്പം ബൈബിള് വായിക്കുക ഉടനെ നമ്മൾ ജാതികൾ എന്ന് കേട്ട ഉടനെ നമ്മുടെ അയൽവക്കക്കാരാണ് അക്രൈസ്തവനാന്നാ പറയുന്നത് ഇവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഈ പൂർണ്ണസംഖ്യ ചേർക്കണം, എന്നിട്ട് കർത്താവിന് വരണം. ലോകം അടയത്തരം നമ്മൾ കേട്ട് മടുത്തു സഹോദരൻ. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങള് വിജ്ഞാനം വിരൽത്തുമ്പിലായ ഈ കാലഘട്ടത്തിൽ നമ്മൾ സർവശക്തനായ ദൈവം നമുക്കിത് മനസ്സിലാക്കി തന്ന് മനസ്സിലാക്കാൻ കഴിവുള്ളവര് ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങൾ എടുത്തു വെച്ച് നിങ്ങൾ പഠിക്കുക. ഇപ്പൊ ഈ യിരെമ്യാവിന്റെ പുസ്തകം 25:31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ആരവം ഭൂമിയുടെ അറ്റത്തോളം എത്തുന്നു. യഹോവയ്ക്ക് ജാതികളോടൊരു വ്യവഹാരമുണ്ട്. അവൻ സകല ജഡത്തോടും വ്യവഹരിച്ച് ദുഷ്ടന്മാരെ വാളിനേൽപ്പിക്കും എന്ന് യഹോവയുടെ അരുളപ്പാട്. സൈന്യങ്ങളുടെ ദൈവം അർത്ഥം ജാതികളിലേക്ക് പുറപ്പെടുത്തുന്നു. അനർത്ഥം ജാതികളിൽ നിന്ന് ജാതികളിലേക്ക് പുറപ്പെടുന്നു. ഭൂമിയുടെ അറ്റത്ത് നിന്ന് വലിയ കൊടുങ്കാറ്റ് ഇളകി വരും. അന്നാളിൽ യഹോവയുടെ നികിതന്മാർ ഭൂമിയുടെ അറ്റം മുതൽ മറ്റേ അറ്റം വരെ വീണ് കിടക്കും. അവരെക്കുറിച്ച് ആരും വിലപിക്കുകയില്ല. അവരെ എടുത്ത് കുഴിച്ചിടുകയില്ല. അവർ നിലത്തിന് വളമാകും. ഈ ഭൂമി എന്നൊക്കെ പറയുന്നത് ആ യഹൂദ ലാൻഡാണ്, ആ പ്രത്യേക ഭൂപ്രദേശമാണ്. ഇത് AD 70 നടന്ന സംഭവത്തെ കുറിച്ചാണ് പറയുന്നത്. കാരണം അന്ന് ഈ 3.5 വർഷം അവിടെ കൃത്യം 42 മാസം യെരുശലേമിനെ പ്രതിരോധിച്ച ഇസ്രായേലിനെ അല്ലെങ്കിൽ പ്രതിരോധിച്ച റോമൻ സൈന്യം 42 മാസം അവർക്ക് പുറത്തിറങ്ങാൻ പറ്റിയില്ല. ഈ 42 മാസം AD 67 മുതൽ 70 വരെയുള്ള കാലഘട്ടത്തിൽ നടക്കേണ്ട സംഭവമാണ് യിരെമ്യാവ് 25:31 മുതൽ 33 വരെ പ്രവചിച്ചത്. കാരണം അവർക്ക് അന്ന് വളരെ കഷ്ടങ്ങളുണ്ടായി. അപ്പം ഇതിനെ യിരെമ്യാവ് 28:14 ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടതിന് ഇരുമ്പ് കൊണ്ടുള്ള നുകം സകല ജാതികളുടെ മേൽ കഴുത്തിൽ വെച്ചിരിക്കുന്നു. എന്റെ പൊന്ന് സഹോദര, ഞാൻ ഈ ജാതികൾ എന്ന വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിക്കുന്നത്. അപ്പം ബാബേൽ രാജാവ് ഇരുമ്പ് നുകം വെച്ച ജാതികൾ ആരാ? ഈ യഹൂദന്മാരല്ലേ? നമ്മളെ ആരെങ്കിലും ബാബേൽ പ്രവാസത്തിൽ പോയായിരുന്നു? നമ്മളാരെങ്കിലും ഇന്ന് നമ്മുടെ പൂർവികന്മാരാരെങ്കിലും ബാബേൽ പ്രവാസത്തിൽ പോയവരൊന്ന് കൈപൊക്കിക്ക്. നമ്മുടെ പൂർവികന്മാരാരെങ്കിലും പോയിട്ടുണ്ട്? പാരമ്പര്യ സഭകളിലുള്ള അപ്പോസ്തോലിക സഭകളിലുള്ള ആരെങ്കിലും നമ്മുടെ പൂർവികന്മാരെങ്കിലും ബാബേൽ പ്രവാസത്തിൽ പോയിട്ടുണ്ടോ? ഇല്ല. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? യിരെമ്യാവ് 28:14 ബാബേൽ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കേണ്ടത് ഇരുമ്പ് കൊണ്ടുള്ള നുകം സകല ജാതികളുടെ മേലും വെച്ചിരിക്കും. ഇന്ത്യക്കാരുടെ മേലിൽ നുകം വെച്ചായിരുന്നോ ബാബേൽ രാജാവ്? ബൈബിള് വായിക്കുമ്പം ഒന്ന് അല്പം ചിന്തിച്ചാൽ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും ആർക്കും ബാലികേറ മലയൊന്നും അല്ലത്. ഈ ബൈബിൾ എന്ന് പറയുന്നത് ഒരു ബാലികേറ മലയല്ല. പക്ഷെ നമ്മുടെ പഠനശാലകളിൽ നിന്ന് പഠിപ്പിച്ചു വിടുന്നതും ഇനി ഫ്യൂച്ചറിൽ ഇതെല്ലാം നടക്കും, ഇനി കാര്യങ്ങളെല്ലാം എന്തിനു പറയുന്നു, ചൂള പോലെ കത്തുന്ന ദിവസം ഉണ്ടാകുക എന്ന് പറയുന്നത് പോലെ ഇനി ഭാവിയിൽ നടക്കാനുള്ളതാണെന്ന് നമ്മുടെ ഭിത്തികളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത്. കത്തോലിക്ക ദേവാലയങ്ങളുടെ ഭിത്തികളിലും ബന്ധക്കോസ് ദേവാലയങ്ങളുടെ ഭിത്തികളിലും ടൗണുകളിലെല്ലാം എഴുതി വെച്ചിരിക്കുന്നത് ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആ പുസ്തകം മലാക്കിയുടെ പുസ്തകം 4-ാം അധ്യായം മനസ്സിരുത്തി വായിച്ചാൽ ആരുടെ മേളിലാണ് വരുന്നത് നമ്മുടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തോ പറയാനാന്ന് പറയണേ. ഞങ്ങളെയൊക്കെ ബൈബിൾ പഠിപ്പിക്കും. ഞങ്ങളെയൊക്കെ ഇന്ന് മനുഷ്യനെ ഇത് പേടിപ്പിച്ചും ഭയത്തിന്റെ കീഴിൽ കൊണ്ടുവന്ന് ഈ മതത്തിന്റെ കീഴിൽ മത അടിമകളായി കിടക്കുന്നവര് അവിടെ കിടക്കട്ടെന്നേ. നിങ്ങൾ ഒരിക്കലും ഒരു സ്വാതന്ത്ര്യം അനുഭവിക്കത്തില്ല. ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം അനുഭവിക്കണമോ? വ്യക്തമായി ദൈവവചനത്തെ മനസ്സിലാക്കുക. എന്തിനാണ് നമ്മുടെ മുമ്പിൽ ഈ പുസ്തകം തന്നത്? വെറുതെ നമ്മുടെ 80, 70, 100 വയസ്സ് വരെ നമ്മൾ ഈ ഭൂമി ജീവിച്ചിട്ട് ഇത് മനസ്സിലാക്കാതെ പോയി വെറും ഒരു പോങ്ങനായിട്ട് ജീവിക്കുന്നത് എന്തിനാ? അറിഞ്ഞിട്ട് ഒരു ദിവസം ജീവിച്ചിട്ട് അതാണ് സഹോദര ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം. നമ്മളെ മതങ്ങളിൽ നിന്ന് പോങ്ങന്മാരാക്കി വെച്ചിരിക്കുകയല്ലേ, മതത്തിന്റെ അടിമകളാക്കി വെച്ചിരിക്കുകയല്ലേ. എന്തിനാ? കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്ന ബഹളങ്ങൾ കണ്ടില്ലേ? സോഷ്യൽ മീഡിയ തുറക്കാൻ വയ്യ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അവിടെ മതാനുസാരികൾ എന്ന് പറയുന്നതും യഹൂദന്മാര്, ഞാൻ അതാണ് പറഞ്ഞു വന്നത്. എസെക്കിയേൽ 22:14 അവസാനം യിരെമ്യാവ് 31:20 എഫ്രൈം എന്റെ വത്സനപുത്രൻ ഓമനക്കുട്ടിയോ, അവനോട് ഞാൻ കരുണ കാണിക്കും. എഫ്രൈം ആരാ? യാക്കോബ് ഗ്രഹം.
അതായത് യാക്കോബിന്റെ രണ്ട് മക്കളിൽ യാക്കോബ് ഗ്രഹം, യോസഫിൻ ഗ്രഹം, ഇസ്രായേല് എന്ന് വിളിക്കുന്ന ആ കൂട്ടരെ എന്റെ വത്സലപുത്രൻ ജെർമ്യാവ് പ്രവചനാത്മാവിൽ പറയുകയാണ്, അവനെന്റെ വത്സലപുത്രൻ. വീണ്ടും ഇസ്രായേൽ ഗ്രഹത്തോട് പറയുന്ന ഒരു പ്രവചനം കൂടെ ഞാൻ വായിക്കാം. എസെക്കിയേൽ 36:17 മുതൽ 24 വരെ. ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച്. അപ്പോൾ എവിടെയാണ് ഇവര് പോയത്? ജാതികളുടെ ഇടയിൽ. അപ്പം ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി, ബാബേൽ പ്രവാസത്തിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. ഞാൻ നിങ്ങളുടെ മേൽ നിർമ്മല ജലം തളിക്കും. എന്നിട്ട് പറയാണ്, നിങ്ങൾ നിർമ്മലരായിത്തീരും. ഞാൻ നിങ്ങളുടെ സകല മന്യതകളെയും സകല വിഗ്രഹങ്ങളെയും നീക്കി നിങ്ങളെ നിർമ്മലീകരിക്കും. എന്നിട്ട് എന്റെ 26-ാം വാക്യത്തിൽ പറയും, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും. കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയം നിങ്ങൾക്ക് നൽകും. ഈ പ്രവചനം വേറെ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? യെരമ്യാവ് 31:31 പറഞ്ഞിരിക്കുന്നത് പുതിയ ഉടമ്പടി കൊടുക്കുന്നത്. എസെക്കിയേൽ 36:17 പറഞ്ഞത് പുതിയ ഉടമ്പടി കൊടുക്കുന്ന ആർക്കാണ്? ഇവിടെയുള്ള ആളുകളെല്ലാം പറയുന്നത് പുതിയ നിയമം നമുക്ക് തന്നു, നമുക്കല്ല. അവിടെ എസെക്കിയേൽ 36:17 പറയുന്നത് ആരോടാണ്? ഞാൻ നിങ്ങളെ ജാതികളുടെ ഇടയിൽ നിന്ന് കൂട്ടി സകല ദേശങ്ങളിൽ നിന്ന് ശേഖരിച്ച് സ്വന്തം ദേശത്തേക്ക് വരുത്തും. അതായത് ഇസ്രായേലിലേക്ക് വരുത്തും. ഇനി ഭാവിയിലല്ല, ഇനി ഭാവി നടക്കുന്ന കാര്യമല്ല. പുതിയ നിയമം കൊടുക്കുന്നത് പോലും അവരെ കൂട്ടി വരുത്തിയതിനു ശേഷമാണ്. ഞാൻ ഈ ലൈവൊക്കെ ചെയ്യുമ്പോൾ കമന്റ് ഇടുന്ന ഒരു അച്ചായനുണ്ട്, ജോർജ് ഗോസി എന്ന് പറഞ്ഞൊരു അച്ചായൻ, പാവം. അത് നല്ലൊരു മനുഷ്യനാ. അതെല്ലാം മോനെ ബ്രദർ മോനച്ചൻ, ഇനി ഭാവിയിലാണ് നടക്കാനുള്ളതെല്ലാം കേട്ടോ. നമ്മുടെ അച്ചായ ഇതല്ല AD 70 ഫുൾഫില്ലായ കാര്യങ്ങൾ അച്ചായെന്ന് പറയുമ്പോൾ ബ്രദർ മോനച്ചൻ അങ്ങനെ പറയരുത്, നമ്മുടെ കർത്താവിന് വരാനുണ്ട് കേട്ടോ. നമ്മുടെ അച്ഛൻ വിശ്വസിച്ചോ? നല്ല പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഇങ്ങനെ നമ്മുടെ മതങ്ങൾ ഇങ്ങനെ പഠിപ്പിച്ച് ഈ ഭാവി കാല വീക്ഷണത്തിൽ ഇതിനെല്ലാം പ്രവാചകന്മാർ പ്രവചിച്ചതല്ല. ഇനി ഭാവി എന്താണ് നമ്മുടെ ബൈബിള് തന്നെ എഴുതിയിട്ട് ഈ ഫ്യൂച്ചറിസ്റ്റിക് കാരന്മാരായ ഇതെല്ലാം ഇതിന് ഇനി ഭാവിയിൽ നടക്കാനുള്ള പ്രവചനങ്ങൾ ഇന്ന് ഇത്ര, നടന്ന പ്രവചനങ്ങൾ ഇത് ഇത്ര എന്ന് ബൈബിളിൽ തന്നെ രേഖപ്പെടുത്തി ഈ അന്ധമായി വിശ്വസിക്കുന്ന വിശ്വാസ സമൂഹം ഇത് കേട്ട് വിചാരിക്കും ദൈവമേ ഇനി അത് ഭാവി നടക്കാനുള്ളതാണ്. എടാ, ഇതിന് കാലങ്ങളും തെളിയിച്ച് ഞാൻ ഓരോ ഈ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രവചനങ്ങൾ ഓരോന്നും നടന്ന ഡേറ്റും കാലവും സമയവും ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. ഈ പ്രവാചകന്മാരെല്ലാം ആരോട് പ്രവചിച്ചു, എന്തിനു പ്രവചിച്ചു, എപ്പോൾ നടന്നു എന്ന് പറയുന്ന ആ സമൂഹം. കാരണം BC അതായത് ക്രിസ്തുവിന് മുമ്പ് 1000 വർഷത്തിന് മുമ്പ് നടന്ന സംഭവങ്ങൾ മുഴുവൻ നമുക്കത് മനസ്സിലാവും. 1500 വർഷമായതേ ഉള്ളൂ. ക്രിസ്തുവിന് മുമ്പ് 1500 വർഷം ഇസ്രായേലിന്റെ ജനത്തെ പിടിച്ചുകൊണ്ടിരുന്ന സമയം. ഇതെല്ലാം ബൈബിളിനകത്ത് തെളിവുണ്ട്. ഇതൊന്നും നടന്നില്ലെന്നാ ചാച്ചന്മാർ പറയുന്നത്. അപ്പൊ എസെക്കിയേൽ 37:21 ഞാൻ ഇസ്രായേൽ മക്കളെ അവർ ചെന്നു ചേർന്ന ജാതികളുടെ നിന്ന് കൂട്ടി 4 പുറത്തുനിന്ന് സ്വരൂപിച്ച് സ്വദേശത്തേക്ക് കൊണ്ടുവരും. ഞാൻ അവരെ ഇസ്രായേൽ പർവ്വതങ്ങളിൽ തന്നെ ഏക ജാതിയാക്കും. ഒരേ രാജാവ് അവർക്ക് എല്ലാവർക്കും രാജാവായിരിക്കും. ഏത്? ദാനിയേൽ 2:44-45 പറയുന്നത് എന്താണ്? യേശുക്രിസ്തു ഭൂമിയിലേക്ക് ജഡാവതാരം എടുത്ത് ഇൻകാർണേറ്റ് ചെയ്ത് വരുമ്പോൾ അവനെ രാജാവായിട്ടാണ് വരുന്നത്. ആ രാജാവ് അവർക്കുണ്ടാകുന്ന എസെക്കിയേൽ 37:21 പറഞ്ഞിരിക്കുന്നത്. യഹൂദന്മാരുടെ രാജാവായി പറഞ്ഞവൻ എവിടെ? ഈ 1000-ഓ 2000-ഓ 3000 2000 വർഷം കഴിഞ്ഞ് ഇതുവരെ രാജാവിനെ വെളിപ്പെട്ടിട്ടില്ലെന്നാ പറയുന്നത്. ഇനി ഒരു 10,000 വർഷം കഴിഞ്ഞ് യേശു കർത്താവ് വന്നാലും രാജാവ് വരുമെന്നാ പറയുന്നത്, രാജ്യം സ്ഥാപിക്കും. കാരണം യെരുശലേമില് ഒരു പീഠമൊക്കെ പണിഞ്ഞ് അല്ലെങ്കിൽ കൊട്ടാരം പണിഞ്ഞ് അവിടെ വരുന്നത് സർവ്വജനത്തെ ഭരിക്കുമെന്നാണ് അച്ഛന്മാർ പഠിപ്പിക്കുന്നത്. എന്തോ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവർക്ക് പുതിയ നിയമം പോലും കൊടുക്കുന്നത്, യഹൂദാ ഗ്രഹത്തിനും ഇസ്രായേൽ ഗ്രഹത്തിനും പുതിയ നിയമം പോലും കൊടുക്കുന്നത് ഇവരെ ഒന്നാക്കി ചേർത്തതിന് ശേഷം അവരെ ഒരുമിച്ച് മാറും. ഇനി യഹൂദയ്ക്ക് എഫ്രൈമിനോട് അസൂയ തോന്നുകയില്ല എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് യശപ്രവചനത്തിൽ പറയുന്നുണ്ട് 15-ാം അധ്യായത്തിൽ. ഓശയപ്രവചനം 13-ാം അധ്യായം 1-2 വാക്യങ്ങളിൽ എഫ്രൈം സംസാരിച്ചപ്പോൾ പറയുന്നത് ഇസ്രായേൽ മികച്ചവനായിരുന്നു എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ഓശയ 14:6 ഇങ്ങനെ ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചും സൗഖ്യമാക്കും. ആരുടെ? ഓശയ പ്രവചിക്കുന്ന ആരോടാണ്? അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ച് സൗഖ്യമാക്കും. എന്റെ കോപം അവരെ വിട്ടുമാറിയിരിക്കയാൽ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും. ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും.
അവർ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നും അവന്റെ കൊമ്പുകൾ പടരും അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെയാകും. ഞാൻ നേരത്തെ എന്താ പറഞ്ഞേ? യെരമ്യാവ് 11:16 ഒലിവ് ട്രീ, കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആയിരുന്നു ഈ യഹൂദ ഗ്രഹവും ആര് ഈ എഫ്രൈം യെരുശലേമും അല്ലെങ്കിൽ ഇസ്രായേൽ ഗ്രഹവും യഹൂദ ഗ്രഹവും കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആയിരുന്നു. ഈ ഹോശേയ 14:6 നിങ്ങൾ വായിച്ചിട്ട് ഇവരെ വീണ്ടും ഒന്നാക്കും, ഞാൻ അവരുടെ പിന്മാറ്റത്തെ ചികിത്സിച്ചും സൗഖ്യമാക്കും, എന്റെ കോപം അവനെ വിട്ടുമാറിയിരിക്കാൻ ഞാൻ അവരെ ഔദാര്യമായി സ്നേഹിക്കും, ഞാൻ ഇസ്രായേലിന് മഞ്ഞ് പോലെ ഇരിക്കും, ഞാൻ താമര പോലെ പൂത്ത് ലെബനോൻ വനം പോലെ വേരൂന്നും അവന്റെ കൊമ്പുകൾ പടരും, അവന്റെ ഭംഗി ഒലിവ് വൃക്ഷത്തിന്റെ ഭംഗി പോലെ. പഴയ ദൈവം എങ്ങനെ നട്ടോ, കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആയിട്ട് എങ്ങനെ നട്ടോ, വീണ്ടും അതുപോലെ തന്നെ വീണ്ടും ഇവരെ ചികിത്സിച്ച് ഇസ്രായേലെ മടങ്ങിവാ, അതരാർപ്പണങ്ങളോടെ മടങ്ങിവാ. ഹോശേയപ്രവചനം 14-ാം അധ്യായത്തിൽ പറയുന്നതാ. അപ്പൊ അവര് മടങ്ങി വന്നിട്ട് അവരെ ചികിത്സിച്ച് ഭേദമാക്കിയിട്ട് അവരുടെ മേൽ നിർമ്മല ജലം തളിച്ചിട്ട് അവർക്ക് പുതിയൊരു ഹൃദയം കൊടുത്തിട്ട് അവർക്ക് പുതിയ ഉടമ്പടി കൊടുത്തു. അത് എന്നാണ് സംഭവിച്ചത്? ഈ ദേവാലയം ഭൂമിയിൽ നിന്ന് നീങ്ങി മാറിയപ്പോഴാണ് ഈ പുതിയ ഉടമ്പടി എസ്റ്റാബ്ലിഷ് ആകുന്നത്. കർത്താവ് മരിക്കുന്നതിന്റെ തലേ രാത്രിയിലെടുത്ത് ഈ സമൂഹത്തിന്റെ മധ്യത്തിൽ ഇത് സ്ഥാപിച്ചുവെങ്കിലും വ്യവസ്ഥാപിതമായി ആ പഴയ ഉടമ്പടി നീങ്ങി മാറിയെങ്കിൽ മാത്രമേ പുതിയ ഉടമ്പടിക്ക് പ്രസക്തിയുള്ളൂ. അപ്പൊ പുതിയ ഉടമ്പടി പോലും പ്രസക്തമായ ആപ്ലിക്കേഷൻ ഉണ്ടാകുന്നത് അതിന്റെ വ്യവസ്ഥാപിതമായി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഈ ദേവാലയം നീങ്ങിയതിനു ശേഷമാണ്. അന്ന് അവർക്ക് യഹൂദയോട് എഫ്രൈമിന് അസൂയ തോന്നത്തില്ലെന്ന് പറയുന്നുണ്ട്. അവർക്ക് പുതിയ ഉടമ്പടി അവർക്കാണ് കൊടുക്കുന്നത്. അപ്പം ഈ നമ്മളിന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ ഒലിവ് വൃക്ഷം ആരാണെന്ന് പറഞ്ഞു. നമ്മളിന്ന് റോമാലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, കാട്ടലുവായിരുന്ന നമ്മെ അല്ലെങ്കിൽ നാട്ടൊലിവിനോട് ഒട്ടിച്ചേർത്തെന്ന് പറഞ്ഞ് ഇതാണ് നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചു പിടിപ്പിക്കുന്നത്. ഈ റോമാലേഖനം 9, 10, 11 അധ്യായങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിരുത്തി വായിച്ചാൽ 26ഓളം പ്രാവശ്യം പഴയ നിയമ ഉദ്ധരണികൾ മാത്രം എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. റോമർക്ക് ലേഖനം എഴുതിയ ജാതികൾക്ക് എഴുതിയെന്ന് പറഞ്ഞാൽ അതിന് പുറകാലെ വരുന്നുണ്ട്. ജാതികൾക്കാണ് കൊടുത്തത് നമുക്ക് തെളിയിക്കണം. റോമർക്കാണ് എന്തിനാ അത് ഞാൻ പുറകെ വരാം. അപ്പൊ ആരാണ് ഒലിവ് ട്രീ? ഒലിവ് ട്രീ, കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ എന്ന് പറഞ്ഞ യഹൂദ ഗ്രഹം ഇസ്രായേൽ ഗ്രഹമായിരുന്നു. അവര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി കുറ്റം ചെയ്തപ്പോൾ, ബാലെന്ന് ദൈവത്തിന്റെ പുറകെ പോയപ്പോൾ അവർ മരിച്ചവരായി തീർന്നു. വീണ്ടും മരിച്ചവർ എന്ന് പറഞ്ഞാൽ അക്ഷരികമായി മരിക്കുന്നതല്ല, ഡിപ്പാർട്ട് ഫ്രം ഗോഡ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുക. ദൈവത്തിൽ നിന്ന് അകന്നു പോയവരെ വിളിക്കുന്നത് പേരാണ് മരിച്ചവർ നിന്ന്. അപ്പം ഇവരെ വീണ്ടും കൈക്കൊള്ളുകയാണ്. യെശയ്യാപ്രവചനം 27:9, 10, 11 യാക്കോബിന്റെ അകൃത്യത്തിന് പരിഹാരം വരുമെന്ന് അവിടെ പറയുന്നുണ്ട്. യാക്കോബിന്റെ അകൃത്യം ഏതാണ്? ഈ ഗ്രഹത്തിനാണ്, യാക്കോബ് ഗ്രഹത്തിന്. അതെന്ന് കർത്താവ് വരുത്തി? കർത്താവ് ഒരു ഫംഗ്ഷൻ, ദൈവം ഭൂമിയിലേക്ക് വന്നിട്ട് ഒരു പ്രവൃത്തിയിലേക്കായി പോയ ഒരു ശുംഭനായ ദൈവത്തെയാണോ നാം സേവിക്കുന്നത്? തന്റെ പ്രവൃത്തി ഭൂമിയിൽ തികച്ചു കർത്താവ്. ഇനി നമ്മുടെ ആളുകൾ ഇനി കർത്താവ് വന്ന് പ്രവൃത്തി തേക്കാൻ വരുമെന്നാ പറയുന്നത്. ഇസ്രായേലിന് മുഴുവൻ രക്ഷിക്കപ്പെടുന്നത് അന്നാണെന്നാ പറയുന്നത്, ഇനി കർത്താവ് വരുമ്പോഴാണെന്ന്. എന്തൊരു കഷ്ടമാണെന്ന് പറയണേ നമ്മുടെ ബൈബിൾ പഠനങ്ങളും പഠിപ്പീരുകളും വ്യാഖ്യാനങ്ങളും. നിങ്ങൾ 27 യെശയ്യാവ് 27:9 മുതൽ 10, 11, 12 അത് 13 വരെ വായിച്ചാൽ അവരുടെ അകൃത്യത്തിന് പരിഹാരം വരുത്തുന്ന എഴുതിയിരിക്കുന്നത്. ഞാൻ സമയക്കുറവ് പോലെ ലൈവ് നീണ്ടുപോകും, മണിക്കൂറുകൾ നീളും. അതുകൊണ്ട് ഞാൻ വളരെ ചുരുക്കി മാത്രമാണ് സംസാരിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷയുടെ ഭൂരിഭാഗവും ഗലീലയിലായിരുന്നു. എന്ന് പറഞ്ഞാൽ ഈ ശമര്യ പട്ടണത്തിലായിരുന്നു. ഇത് വടക്കൻ ഇസ്രായേലിന്റെ ഭാഗമായിരുന്നു, അതായത് നോർത്തേൺ കിങ്ഡത്തിലായിരുന്നു. ദക്കപ്പൊലി, സെബുലൂൻ, നഫ്താലി ഇതെല്ലാം ഈ വടക്കൻ ഇസ്രായേലിലായിരുന്നു. അതായത് ഈ ചിതറിപ്പോയ ദൈവമക്കൾ, അതായത് കാട്ടൊലിവായി പോയ ജനത്തിന്റെ ഇടയിലാണ് കാണാതെ പോയ ആടുകൾ എന്ന് കർത്താവ് പറയുന്നത്. അവരുടെ ഇടയിലായിരുന്നു കർത്താവ് ശുശ്രൂഷിച്ചത്. കർത്താവ് മത്തായി 19 തോന്നുന്നു, മത്തായി 19 കൃത്യമായിട്ട് കർത്താവ് യെരുശലേമിലേക്ക് വരുന്നത് കാണുന്നത്. കർത്താവ് എനിക്ക് തോന്നുന്നു, എന്നോട് പ്രഗത്ഭരായ ഒരു ദൈവദാസൻ എന്നോട് പറഞ്ഞത്,
കർത്താവ് തന്റെ ശുശ്രൂഷയുടെ അവസാന കാലഘട്ടത്തിൽ ഒരാഴ്ചയോ അല്ലെങ്കിൽ 1.5 ആഴ്ചയോ കർത്താവ് യെരുശലേമിൽ ദേവാലയം നിൽക്കുന്ന ഭാഗത്തുള്ളായിരുന്നു. ബാക്കി മുഴുവൻ ഇവരുടെ ഇടയിലായിരുന്നു. ഞാനൊരു ദൈവദാസനോട് സംശയം ചോദിച്ചപ്പോൾ ആ ദൈവദാസൻ എനിക്ക് പറഞ്ഞു തന്നതാ. അപ്പൊ അവര് കൃത്യമാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വളരെ വളരെ ബൈബിൾ സ്റ്റഡി ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞത് കർത്താവിന്റെ മരണ സമയത്തിന് മുമ്പ്, കർത്താവ് കുരൂശിൽ മരിക്കുന്നതിന് മുമ്പ്, ഒരാഴ്ച മുമ്പോ അല്ലെങ്കിൽ അതിന് ദിവസങ്ങൾക്ക് മുമ്പോ ആണ് യെരുശലേമിലേക്ക് വരുന്നത്. 1-2 ആഴ്ച പോകട്ടെ, 2 ആഴ്ച ആയിക്കോട്ടെ, യൂദയിൽ അഥവാ യെരുശലേമിൽ എത്തുന്നത്. ഇത് മത്തായി 19-ാം അധ്യായത്തിലാണ് യെരുശലേമിലേക്ക് പ്രവേശിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനു മുമ്പ് എല്ലാം ഈ കാണാതെ പോയ ആടുകളുടെ ഇടയിലാണ് കർത്താവ് ഇവിടെ നിന്ന് ശുശ്രൂഷിച്ചത് മുഴുവൻ. അല്ലെന്ന് തെളിയിക്കാൻ പറ്റുന്ന അച്ചാച്ചന്മാരുണ്ടെങ്കിൽ വാ. അപ്പം എവിടൊക്കെയാണ്? ഗലീല, ദക്കപ്പൊലി, സെബുലൂൻ, നഫ്താലി, ഇതെല്ലാം ഈ നോർത്തൻ കണ്ടത്തിലാണ്. ഈ രാജ്യവിഭജനത്തിന് ശേഷം വിഭജിക്കപ്പെട്ടു കൊടുത്തതാണ്. എന്തിനാണ് കർത്താവിന്റെ ശുശ്രൂഷ? എന്താണ് മിനിസ്ട്രി? എന്താണ്? മനുഷ്യപുത്രൻ തന്റെ രാജ്യത്തിൽ മടങ്ങി വരുവോളം നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളെ സഞ്ചരിച്ച് തീരുകയില്ലെന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ അവർക്കെത്താം. അന്നത്തെ യാത്രാ സൗകര്യങ്ങളും ഈ പറയുന്നതിന് കണക്ക് യാത്രാ സൗകര്യങ്ങളൊന്നും അല്ല. അന്ന് കുതിരപ്പുറവോ കഴുതപ്പുറത്തോ അല്ലെ കാൽനടയായിട്ടോ പോകണം. അപ്പൊ അവര് ഇത് എത്തിച്ചേരത്തില്ലെന്ന കർത്താവ് പറഞ്ഞത്. ഞാൻ മടങ്ങി വരുന്നത് വരെ നിങ്ങൾ ഇസ്രായേൽ പട്ടണങ്ങളിൽ സഞ്ചരിച്ച് തീരുകയില്ല എന്ന് സത്യമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. മത്തായി 10:23, 16:27, 28. അപ്പൊ മത്തായി കൃത്യമായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ ശുശ്രൂഷ 1-2 ആഴ്ച ഉള്ളായിരുന്നു യഹൂദയിലെ അല്ലെങ്കിൽ യെരുശലേമിൽ. യഹൂദ എന്ന് പറഞ്ഞാൽ അവരും കൾട്ടിവേറ്റഡ് ഒലിവായിരുന്നു. പക്ഷെ അവരും ദൈവത്തിൽ നിന്ന് അകന്നു പോയി. അവർ കർത്താവ് തന്നെ ഭർത്താവായിരുന്നു, ജനമായിരുന്നു. പക്ഷെ ദൈവത്തിന് അവരോടൊരു മനസ്സലവുണ്ടായി. എന്തിനാ? ആ സമൂഹത്തിൽ നിന്ന് പുത്രനെ എടുക്കണം. യഹൂദയിൽ നിന്ന്, യഹൂദ ഗോത്രത്തിൽ നിന്ന് യേശുവിനെ എടുക്കണം. അത് ഞാൻ ഇനി അപ്പോസ്തലപ്രവൃത്തിയിലേക്ക് വരും. അപ്പോസ്തലപ്രവൃത്തി 13-ാം അധ്യായം 26-ാം വാക്യം. സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. ഓ, എന്ത് മനോഹരമായ വചനമാണ്! ആർക്കാണ് അച്ചാച്ച രക്ഷാവചനം? അവിടെ എഴുതി, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന ദൈവഭക്തന്മാരും ആയുള്ളവരെ നമുക്കാകുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. യെരുശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്ത് തോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളെയോ തിരിച്ചറിയാതെ. ഈ പ്രവാചകന്മാരെ എല്ലാം തിരിച്ചറിയാതെ വന്ന് യേശു 13-ാം അധ്യായം 26-ാം വാക്യത്തിലേക്ക് പറയുകയാകുന്ന ആർക്കാണ് രക്ഷാവചനം കൊടുത്തതെന്ന് കൃത്യമായി അവിടെ എഴുതിയിരിക്കുക. കാരണം ആവർത്തന പുസ്തകം 32-ാം അധ്യായം അതിന് 20-ാം വാക്യത്തിൽ വായിക്കുന്നുണ്ട് യഹൂദന്റെ അന്ത്യത്തെക്കുറിച്ച്. കാരണം അവന്റെ അവസാന കാലഘട്ടത്തിൽ, അവന്റെ യുഗാവസാനത്തിൽ, അവന്റെ അന്ത്യകാലത്ത്, അവന്റെ യുഗാവസാനത്തിൽ, അവന്റെ ഒടുക്കത്തെ നാളിൽ എന്തായിത്തീരും? അവർ വക്രതയും കോട്ടമുള്ള തലമുറയായി മാറുമെന്ന് എഴുതിയിട്ടുണ്ട്. ഈ സമൂഹത്തിൽ നിന്നാണ് രക്ഷിക്കപ്പെടുക എന്ന് പറഞ്ഞത്. കാരണം ഒരു കൂട്ടം ജനത്തെ കർത്താവിനെ കളക്ട് ചെയ്യണം. ഇവിടുത്തെ കാൽവിനിസ്റ്റുകാർ പറയുന്നത് ഇപ്പോഴും ഇതുണ്ടെന്നാ പറയുന്നത്. എന്തൊരു കഷ്ടം എന്ന് പറയുന്നത്. കാൽവിനിസ്റ്റ് ഈ സഹോദരന്മാരോട് ഞാൻ പലപ്പോഴും ക്ലബ് ഹൗസിൽ സംസാരിച്ചിട്ടുണ്ട്. കാൽവിനിസ്റ്റ് എന്ന് പറഞ്ഞാൽ 1-ാം നൂറ്റാണ്ടിൽ AD 70 അതിന്റെ പ്രസക്തി നഷ്ടപ്പെട്ടു. കാൽവിനിസം അല്ല, അതോടുകൂടി പൊളിഞ്ഞു. ആ യഹൂദിന്റെ റെമനന്റിനെ ചേർക്കാനാണ് അമ്മാർ റെമനന്റ് ആവുന്നത് ഇന്ന് കർത്താവിന്. ഇന്ന് സകല ജാതികളും. കാരണം കർത്താവിന്റെ സ്നേഹമാണ്. മനുഷ്യരെ സൃഷ്ടിച്ചിട്ട് ദൈവത്തിന്റെ ഹിസ്റ്റോണ്ട് ഇമേജ് ആൻഡ് ലൈക്നെസ് സൃഷ്ടിച്ചിട്ട് ദൈവം എല്ലാവരെയും അങ്ങ് വെറുക്കുന്ന ദൈവമാണെങ്കിൽ ആ ദൈവമല്ല. നിങ്ങൾ എന്ത് ഈ ദൈവം എന്ന് കേട്ടോ? നിങ്ങൾ അങ്ങ് കേട്ട് പറഞ്ഞ ഉടനെ നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവം വന്നോ? നിങ്ങൾ ദിവസം ചെയ്യുന്ന നിങ്ങളുടെ പൊട്ടത്തൊല്ലും കളിവാക്കും നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ഉള്ളിൽ ദൈവം ഉണ്ടെന്ന് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമോ? നിങ്ങളുടെ മനസാക്ഷിയോട് ചോദിര്. ഇവിടുന്ന് ദൈവഭക്തന്മാരെന്ന് പുറമേ നടിക്കുന്നവരെല്ലാം. അപ്പം കൃത്യമായിട്ട് അവിടെ പറയുന്നു, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരായുള്ളവര് നമുക്കാകുന്ന രക്ഷാവചനം, അതായത് യഹൂദന്മാർക്ക്. റോമർ 9:4-5 അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണവും ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ളത്, പിതാക്കന്മാര് അവർക്കുള്ളവർ തന്നെ.
ഞാൻ നേരത്തെ വായിച്ച 13-ാം അധ്യായം 26-ാം വാക്യത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കൾ അവരോട് ചേർന്ന് ദൈവഭക്തന്മാരുള്ളവരെ നമുക്കാവുന്ന രക്ഷാവചനം. ആരാണ് അവരുടെ പിതാക്കന്മാർ? അവർ ഇസ്രായേല്യർ. പുത്രത്വവും തേജസ്സും നിയമങ്ങളും ന്യായപ്രമാണം ആരാധനയും വാഗ്ദത്തങ്ങളും അവർക്കുള്ള പിതാക്കന്മാർ അവർക്കുള്ളവ തന്നെ. ക്രിസ്തുവും അവരിൽ നിന്നല്ല ഉത്ഭവിച്ചത്. എന്ത് മനോഹരമായി, എന്ത് കണക്റ്റഡ് ആണ് ഇതെല്ലാം. ബൈബിൾ കൊണ്ട് തെളിയിച്ചാൽ ഇതിനകത്ത് എന്ത് കണക്ഷനാണ് കിടക്കുന്നത്, എന്ത് മനോഹരമാണെന്നറിയാം. ഈ പുസ്തകം വായിക്കുമ്പോൾ ഓരോ ദിവസവും സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുക. കർത്താവ് പ്രവാചകന്മാര് പ്രവചിച്ച പ്രവചനങ്ങളെല്ലാം ഇതിനകത്ത് ഈ ദേവാലയ നാശത്തോട് കൂടി സകലതും ഫുൾഫില്ലായി. എന്താണ് മനസ്സിലാക്കാതെ കിടക്കുന്നത്? വെറും മരക്കഴുതുകളെ, ഞാൻ എന്നെ ഉൾപ്പെടെ പറയുന്നത്, നിങ്ങളെ അല്ല പറയുന്നത്, മരക്കഴുതുകളെ പോലെ ജീവിക്കാതെ ക്രിസ്തുവിലുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമോ? ദൈവവേദലെ ഈ പുസ്തകം ഒന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഒരു പുസ്തകം ക്രിസ്ത്യാനിക്ക് കിട്ടിയിട്ടുണ്ട്. പകലരെ വെറുക്കാൻ മാറ്റി ഈ മതം മനുഷ്യരെ വെറുക്കാനുള്ളതാണോ? അയലൊക്കെക്കാരനെ വെറുക്കാൻ പറഞ്ഞിട്ടുണ്ടോ? നിന്റെ മതം പറ്റി നിന്നെ തെളിയിക്കാൻ പറ്റുമോ? നിന്റെ കൂട്ട് സഹോദരനെ വെറുക്കാൻ പറ്റുമോ? ഒരു അക്രൈസ്തവനെ വെറുക്കാനാണ് നിന്നെ ഈ വചനം പഠിപ്പിക്കുന്നത്. എന്റെ കർത്താവ് അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ജാതികളുടെ പൂർണ്ണസംഖ്യ, ഇതാണല്ലോ ഏറ്റവും വലിയ വിഷയം. ഞാൻ ജാതികൾ എന്ന് പറഞ്ഞ വിഷയത്തെക്കുറിച്ചാണ് ഇവിടെ സംസാരിച്ചത്. ജാതികളുടെ പൂർണ്ണസംഖ്യ, അതായത് റോമാലേഖനം 11-ാം അധ്യായം 25-ാം വാക്യത്തിലാണ് ഈ പറയുന്നത്. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നത്. ആർക്കാണ്? ഇസ്രായേലിന്. ഇസ്രായേൽ എന്ന് പറഞ്ഞത് യോസഫിൻ ഗ്രഹത്തിന്, അല്ലാതെ മുഴുവൻ ഇസ്രായേലിനും അല്ല സഹോദര. ഈ രാജ്യവിഭജനത്തിന് ശേഷം ഇസ്രായേൽ എന്ന് കേട്ട ഉടനെ നമ്മളെടുത്ത് തുള്ളിച്ചാടുന്നത്, ഇസ്രായേൽ എന്ന് കേട്ട ഉടനെ ആരെന്ന് മനസ്സിലാക്കണം? ഈ രാജ്യം വിഭജനത്തിന് ശേഷം ഈ കാണാതെ പോയ ആടുകളെയാണ് ഇസ്രായേൽ എന്ന്, അല്ലെങ്കിൽ യഹോവ അല്ല ദൈവം അവരെ വിളിച്ചിരിക്കുന്നത്. എന്താണ്? കാണാതെ പോയ ആടുകൾ, യോസഫിൻ ഗ്രഹം, യാക്കോബ് ഗ്രഹം എന്നൊക്കെയാണ് അവർ ബൈബിളെ വിളിക്കുന്നത്. നോർത്തേൺ കിങ്ഡം ഓഫ് ശമരിയ, വടക്കേ രാജ്യം. അപ്പൊ ഞാൻ വായിക്കുന്നത് റോമാലേഖനം 11-ാം അധ്യായം അതിന്റെ 25-ാം തോന്നുന്നു. ഞാനെന്റെ ഓർമ്മയിൽ നിന്നാ പറയുന്നത്. തെറ്റുണ്ടെ സഹോദരന്മാർ ക്ഷമിക്കണം. ഞാൻ എടുത്ത് വായിക്കുകയാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു വാക്യമാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ. ഈ ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന് അംശമായ കാഠിന്യം സംഭവിച്ചിരിക്കുന്നെന്ന് അവിടെ ഒരു വാക്യമുണ്ട്. അങ്ങനെ റോമാലേഖനം 9, 10, 11 ഇസ്രായേലിന്റെ ശേഷിപ്പിനെ കുറിച്ചാണ് പറഞ്ഞതെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നവരെ മനസ്സിലാക്കട്ടെ. അതിനകത്ത് അധികമൊന്നും പറയാനില്ല. അവിടെ എങ്ങനെയാണ് ഇരിക്കുന്നത്? 26-ാം വാക്യം, അങ്ങനെ 25, 26 ജാതികളുടെ പൂർണ്ണസംഖ്യ ചേരുവോളം ഇസ്രായേലിന്റെ അംശമായ കാഠിന്യം ഭവിച്ചിരിക്കുന്നു. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനെ രക്ഷിക്കപ്പെടും. വിടുവിക്കിൽ നിന്ന് സിയോനിൽ നിന്ന് വരും. അവർ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. എന്ത് ബ്യൂട്ടിയായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. താഴോട്ട് വായിക്കാതെ മനസ്സിലാക്കാതെ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും എന്ന് എഴുതിയിരിക്കുന്നത്. യാക്കോബ് ഗ്രഹത്തിൽ നിന്ന് അഭക്തിയെ മാറ്റും. അത് പഴയ നിയമത്തിൽ ഒരു പ്രവചനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. യെശയ്യാവ് 51-ന്റെ 20 ആ വാക്യം, അവിടെ കൊട്ടേഷൻ വാക്യം, ഉദ്ധരണി. എന്ത് ബ്യൂട്ടിയായിട്ട് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം ഇതെന്താണ്? ഈ പ്ലറോമ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് വേർഡാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതായത് സ്ട്രോങ്സിലെ G4138 പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞാൽ ഫുൾനെസ് ഓഫ്, അല്ലെങ്കിൽ ഫുൾഫിൽമെന്റ്, അല്ലെങ്കിൽ മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ്, അല്ലെങ്കിൽ ഫുൾനെസ് ഓഫ് നേഷൻസ് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് മലയാളത്തിൽ കേട്ട ഉടനെ നമ്മൾ വിചാരിക്കുക അതാണ് വലിയ കാര്യമാണ്. മൾട്ടിറ്റ്യൂഡ് ഓഫ് നേഷൻസ് അഥവാ ഫുൾനെസ് ഓഫ് നേഷൻ എന്നാണ് പല പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷ് പുസ്തകങ്ങൾ എടുത്ത് വായിച്ചാൽ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും. ഞാൻ അതിന് ഇങ്ങനെ ബൈബിളിൽ വേറെ എവിടെയെങ്കിലും പറയുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഉൽപ്പത്തി പുസ്തകം 49-ാം അധ്യായം നമുക്കൊന്ന് എടുക്കാം. വാക്യം വെച്ച് വേണം തെളിയിക്കേണ്ടത്. 47-ാം അധ്യായം 49 അല്ല 47. ഞാൻ വായിക്കാൻ പോവാ. അതിന്റെ 18 മുതൽ 17 മുതൽ അപ്പൻ വലങ്കൈ എഫ്രൈമിന്റെ തലയിൽ വെച്ചു എന്ന് യോസഫ് കണ്ടപ്പോൾ അവന് അനിഷ്ടം തോന്നി. അപ്പന്റെ കൈ എഫ്രൈമിന്റെ തലയിൽ നിന്ന് മനേശയുടെ തലയിൽ മാറ്റി വെപ്പാൻ പിടിച്ചു. യോസഫ് അപ്പനോട്, അങ്ങനെയല്ല എന്റെ അപ്പ, ഇവനല്ലോ ആദിജാതൻ, ഇവന്റെ തലയിൽ വലങ്കൈ വെക്കണമെന്ന് പറഞ്ഞു. എന്നാൽ അവന്റെ അപ്പൻ സമ്മതിക്കാതെ, എനിക്കറിയാം മകനെ, എനിക്കറിയാം ഇവന് ഒരു വലിയ ജനമായി തീരും.
അവിടെ എഴുതിയിരിക്കുന്നത് വലിയ ജനമായി തീരും. എന്നിട്ട് താഴോട്ട് വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഇവനും വർദ്ധിക്കും, എങ്കിലും അനുജൻ അവനേക്കാൾ അധികം വർദ്ധിക്കും, അവന്റെ സന്തതി ജനസമൂഹമായി മാറും എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ അവരെ അനുഗ്രഹിച്ചു. ഈ ജനസമൂഹമായി മാറും എന്ന് പറയുന്നത് ഫുൾനെസ് ഓഫ് നേഷൻസ്, ജാതികളുടെ പൂർണ്ണസംഖ്യ. കാരണം ഈ ഗോത്രത്തിൽ, കാരണം ഈ യോസഫിന്റെ അതായത് ജ്യേഷ്ഠനെ അനുജനെയും യോസഫ് അപ്പനോട് പറയുകയാണ്, യാക്കോബോട് പ്രാർത്ഥിക്കുക, അനുഗ്രഹിക്കാൻ, മക്കളെ അനുഗ്രഹിക്കണമെന്ന് പറയുമ്പോൾ കൈ പിണഞ്ഞു വെച്ച് അനുഗ്രഹിച്ചു. ജ്യേഷ്ഠനെ അനുഗ്രഹിക്കേണ്ടതിന് പകരം അനിയനെ അനുഗ്രഹിച്ചു. ഇപ്പൊ ഈ ജ്യേഷ്ഠന്റെ യോസഫൻ ഗ്രഹം, യാക്കോബിന്റെ മക്കളിൽപ്പെട്ട ഈ യോസഫൻ ഗ്രഹമാണ് എവിടായി പോയത്? ഈ പ്ലറോമ കാട്ടൊലുവായി പോയത്. ഇവരെയാണ് വീണ്ടും കൂട്ടിച്ചേർക്കുന്നത് ജനസമൂഹത്തെ. ദ ഫുൾനെസ് ഓഫ് നേഷൻസ്. ഇതാണ് ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത്. അതായത് കാണാതെ പോയ ആടുകളെ വിളിക്കുന്നത്, ഈ നോർത്തേൺ കിങ്ഡം ഓഫ് സമരിയെ ബൈബിൾ വിളിക്കുന്നത് ജാതികൾ എന്നാണ്. പറഞ്ഞു മനസ്സിലായേ? ഇതാണ് പൂർണ്ണസംഖ്യ. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ വിടിവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും, യാക്കോബിന്റെ അകത്യത്തെ മാറ്റുമെന്ന പറയുന്നത്. അവിടെ തൊട്ട് താഴെ എഴുതിയിട്ടില്ലേ? നമ്മുടെ അങ്ങേ വീട്ടിലെ അച്ചാച്ചന്മാരൊന്നും അല്ല. അപ്പം നിങ്ങള് വിചാരിക്കും ഈ ലേഖനങ്ങളൊക്കെ എഴുതിയത് റോമർക്കുള്ളതാണോ നോക്കാം, അതോ നമുക്ക് യഹൂദനുള്ളതാണോ നോക്കാം. ഞാൻ അതും കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം, നീണ്ടുപോകും. റോമർക്കുള്ള ലേഖനം ജാതികൾക്ക് എഴുതപ്പെട്ടതാണെന്നുള്ള ധാരണയാണ് പൊതുവേ ഉള്ളത്. കാരണം റോമർ യഹൂദന്മാരല്ലല്ലോ, റോമർക്ക് ലേഖനം എഴുതുന്ന യഹൂദന്മാരല്ലല്ലോ. യാക്കോബിന്റെ ലേഖനം ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കാന്ന് അവിടെ ഹെഡിങ് ഉണ്ട്. അതുപോലെ തന്നെ പത്രോസ് എഴുതിയിരിക്കുന്നത് അവരുടെ പ്രൊസ്ലൈറ്റ്സ്, അവരുടെ അവര് പലയിടങ്ങളിൽ ചിതറിപ്പോയ അവർക്ക് വേണ്ടി എഴുതിയതാണ് പത്രോസ് പറഞ്ഞിട്ടുണ്ട്. പൊന്തോസിലും ഗലാത്തിയിലും കപ്പദോക്കിയിലേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ അവരോട് പറയുന്ന കാര്യങ്ങളാണ്. അവർ ഈ പറയുന്നത് പോലെ പത്രോസ് എഴുതിയതെല്ലാം ഈ ചിതറിപ്പോക അവർ ചിതറിപ്പോയ അവരുടെ ചെന്ന് പാർത്തുന്ന പ്രദേശങ്ങളിലാണ്. അവരെയാണ് പറയുന്നത് നമുക്കറിയാം. ഇവിടെ നമുക്ക് മനസ്സിലാക്കാം റോമർക്ക് ലേഖനം ജാതികൾക്ക് എഴുതപ്പെട്ടതാണെന്നുള്ള അടിസ്ഥാനമില്ല. കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും അധികം തവണ ഇതെനിക്ക് എൻ്റെ ഒരു പ്രിയപ്പെട്ട സ്നേഹിതൻ എനിക്ക് പറഞ്ഞ് എന്നെ പഠിപ്പിച്ചു. എനിക്കൊരു സംശയം ഉണ്ടായപ്പോൾ ഞാനൊരു സംശയം ചോദിച്ചു. അദ്ദേഹം എനിക്ക് വളരെ വിശദമായി തന്ന ഒരു അറിവിന്റെ വെളിച്ചത്തിലാണ്. ഞാൻ എൻ്റെ അല്ല ഇത് പറയുന്നത്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ എനിക്ക് തന്ന ഒരു ആശയമാണ്. ഞാൻ അദ്ദേഹത്തെ ഓർത്ത് ദീർഘായുസ്സോടെ ഇരിക്കട്ടെ, അനേകരുടെ കണ്ണ് തുറപ്പാൻ ആ ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം പുതിയ നിയമത്തിലെ ഏറ്റവും തവണ ന്യായപ്രമാണം എന്ന് പരാമർശിക്കപ്പെടുന്നത് റോമർക്കുള്ള ലേഖനത്തിലാണ്. അതായത് ബൈബിളിൽ ആകെ 198 തവണ ഈ ന്യായപ്രമാണത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതില് 72 തവണയും ഈ റോമർക്ക്, ജാതികൾക്കാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഈ റോമാലേഖനം ജാതികൾക്കാണെന്നാണല്ലോ ഇവിടുത്തെ അച്ചാച്ചന്മാരെല്ലാം പഠിപ്പിക്കുന്നത്. എന്തിന് 72 തവണ ന്യായപ്രമാണത്തെ കുറിച്ച് ഇവരോട് അഭിസംബോധന ചെയ്യണം? ഈ ന്യായപ്രമാണം അറിയാത്ത റോമൻ പൗരന്മാർക്ക്, റോമാക്കാർക്ക് എന്തിന് അവിടെ പോയി പൗലോസ് അല്ല, അവിടെ പോയിട്ടില്ല. പൗലോസ് പോയിട്ടുണ്ട്, പത്രോസ് പോയിട്ടില്ല. റോമിന്റെ പടിവാദക്ക് പോലും പോയിട്ടില്ല. ഇവിടുത്തെ ക്രിസ്ത്യാനികൾ വേണമെങ്കിൽ എന്നെ തല്ലാൻ വരും, ഇവിടുത്തെ കത്തോലിക്കർ എന്നെ അടിക്കാൻ വരും. ഞാൻ വേണമെങ്കിൽ തെളിയിക്കാം പത്രോസ് റോമിന്റെ പടിവാദക്ക് ചെന്നിട്ടില്ലെന്ന്. പത്രോസ് നീ പാറയാകുന്നു, ഈ പാറമേൽ എന്റെ സഭയെ പണിയുമെന്ന് പറഞ്ഞ് പല അച്ചാച്ചന്മാരും അവിടെ പറയുന്നു. ഓട്ടെ, അത് നമ്മുടെ വിഷയമല്ല, അത് എങ്ങനെ ആയിക്കൊള്ളട്ടെ. കുറെ കള്ളകഥകളും കെട്ടുകഥകളിലെല്ലാം ഇതിന്റെ പുറകിലുണ്ട്. അതിന്റെ ഒന്നും പുറകെ പോകാൻ നമുക്ക് സമയമില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ 72ഓളം തവണ എന്താണ് ഈ ന്യായപ്രമാണത്തെ കുറിച്ച് ആ അച്ഛൻ എന്നോട് പറഞ്ഞത്, ഈ റോമാലേഖനം 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായമൊക്കെ ഈ ഒരു തീസിസ് ചെയ്യണമെങ്കിൽ ഈ ഡോക്ടറേറ്റ് എടുക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. കാരണം അത്രയ്ക്കോളം ഈ റോമക്കാർക്ക് തീസിസ് എഴുതി കൊടുക്കേണ്ട കാര്യമുണ്ട്. PhD എടുക്കാൻ പറ്റും ഒരു പഠിതാവിനെ പറ്റി ഈ 6-ാം അധ്യായം 7-ാം അധ്യായം 8-ാം അധ്യായത്തിൽ. എടാ, 8ഉം പൊട്ടും തിരിയാത്ത വിജാതീയനായ ജാതിയായ റോമർക്ക് ലേഖനം എഴുതിയിട്ട് ന്യായപ്രമാണത്തെ കുറിച്ച് എന്തെഴുതാനാ? ഞാൻ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഇട്ട്, ഏതപ്പാ കോതമംഗലം എന്ന് മോൻ ചോദിക്കുന്നത് പോലെ ആയി പോകത്തില്ലേ? അപ്പൊ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ബൈബിളിലെ 72 തവണ, 72ഓളം തവണ, ആകെ 198 പ്രാവശ്യമാണ് പറഞ്ഞത്. അതിന്റെ
ഏതാണ്ട് ആ 36% ഇവരോടാണ് പറഞ്ഞിരിക്കുന്നത്, റോമക്കാരോട്. റോം ഇതര മതങ്ങൾക്ക് നേരെ അസഹിഷ്ണുത പുലർത്തിയുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു. അത് BC 139 കാലഘട്ടത്തിലും AD 19 AD 49 AD 49 എന്ന് പറയുന്നത് നമ്മുടെ ആരുടെ ആയിരുന്നു? അദ്ദേഹത്തിന്റെ കാലഘട്ടമാണ്, ക്ലൗഡിയസിന്റെ കാലഘട്ടമാണ്. നീറോയുടെ അപ്പന്റെ കാലഘട്ടത്തിലാണ് AD 49 എന്ന് പറയുന്നത്. അപ്പം ക്ലൗദിയസ് സീസറിന്റെ കാലത്താണ് അതിനെ അപ്പോസ്തല പ്രവൃത്തി 2 മതസ്ഥർ റോം വിട്ടു പോകണമെന്നൊരു കൽപ്പന അന്ന് ഉണ്ടായിരുന്നു. അത് ക്ലൗഡിയസിന്റെ അവരുടെ മതം ഉപേക്ഷിക്കണം, അഥവാ അവരുടെ മതബോധനങ്ങളും ചടങ്ങുകളും ആചാരങ്ങളും റോമിന് പുറത്ത് നടത്തണമെന്ന് തുടങ്ങിയ ഉത്തരവുകൾ അവിടെ പുറപ്പെടുവിച്ചിരുന്നു. അന്ന് പെന്തോസിൽ നിന്നുള്ള യഹൂദരും തങ്ങളുടെ തൊഴിലിൽ കൂടുതൽ അവസരങ്ങൾ ലഭിക്കാൻ റോമിൽ താമസമാക്കിയ അവരുമായ പ്രിസ്കില്ലയും അക്വിലാവും. അപ്പൊ അവര് ഏഷ്യ മൈനറിൽ നിന്ന് ഈ പെന്തോസിൽ നിന്ന് അങ്ങോട്ട് വന്നവരാണ്. ഏഷ്യ മൈനർ തുർക്കിയുടെ പ്രദേശമായിരിക്കണം എന്നാണ് എന്റെ ഒരു അറിവ്. അപ്പൊ നിങ്ങൾക്ക് തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പം അവിടുന്ന് വന്ന അക്വിലാവും പ്രിസ്കില്ലയും ഈ തൊഴിൽ തേടി വന്നവരാണ്. അങ്ങനെ അവര് യഹൂദന്മാരായിരുന്നു. കാരണം അന്ന് പഴയ കാലത്ത് അവര് പോയതാണ് എവിടെ, ഈ പെന്തോസിലേക്ക് പോയവരാണ്. അവര് കൂടുതൽ അവസരങ്ങൾ ലഭിക്കുവാൻ റോമിൽ താമസമാക്കിയവരുമായ പ്രിസ്കില്ലയും അക്വിലാവും. അങ്ങനെ ഇവർ റോമിലായിരുന്നു. ഇവർ റോം വിട്ട് അവസാനം എവിടെ പോയി? കൊരിന്തിൽ പോയി. ആ ക്ലൗഡിയസിന്റെ കാലശേഷം നീറോ ആദ്യ സാമ്രാജ്യത്തിന്റെ തലവനായി മാറുമ്പോൾ നീറോയുടെ കാലത്ത് അവർ റോമിൽ തിരിച്ചെത്തി. കാരണം അല്പസ്വല്പമൊക്കെ കനവ് ഈ റോമിൽ ഉള്ള ജനത്തോട് ഈ നീറോ കാണിക്കും. റോമിൽ ക്രൈസ്തവ മാർഗം സ്ഥാപിച്ചത് പ്രിസ്കില്ലയും അക്വിലാവും ആയിരിക്കണമെന്നാണ് പൊതുവെയുള്ള പൊതുവെ സ്വതന്ത്രമായി വചനം പഠിക്കുന്നവരുടെ അണ്ടർസ്റ്റാൻഡിങ്. പക്ഷേ കത്തോലിക്ക അണ്ടർസ്റ്റാൻഡിങ് വെച്ചല്ല ഞാൻ പറഞ്ഞത്. പൊതുവെയുള്ള യുക്തിഭദ്രമായി ദൈവവചനം പഠിക്കുന്ന, ആർക്കും പണയം വെക്കാതെ, മസ്തിഷ്കം ആർക്കും പണയം വെക്കാതെ ചിന്തിക്കുന്ന ബൗദ്ധികന്മാരായ നല്ല പഠിതാക്കൾക്ക്, ദൈവവചന പഠിതാക്കൾക്ക് മനസ്സിലാവും അക്വിലാവും പ്രിസ്കില്ലയുമാണ് റോമിൽ സഭ സ്ഥാപിച്ചതെന്ന്. അപ്പം അവര് ആരുടെ കൈക്കടിയിൽ? അത് കൊരിന്തിൽ പോയി പൗലോസിന് അവരെ മാനസാന്തരപ്പെടുത്തിയെടുത്ത് യഹൂദ മതത്തിൽ നിന്ന് അവരെ മാനസാന്തരം എടുത്ത് നീറോയുടെ കാലഘട്ടത്തിൽ വീണ്ടും അവർ റോമിലേക്ക് തൊഴിൽ തേടി വരികയും അവരറിഞ്ഞ സത്യത്തെ ഈ റോമിലുള്ള ജനത്തോട് പ്രഘോഷിക്കുകയും ചെയ്തതായിട്ടാണ് നമുക്ക് ചരിത്രത്തിലും ബൈബിളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. റോമിൽ ക്രൈസ്തവ മാർഗം സ്ഥാപിച്ചത് പ്രിസ്കില്ലയും അക്വിലാവും ആയിരിക്കണം. അവരുടെ വീട്ടിൽ കൂടി വന്നിരുന്ന സഭയിലെ 24 പേരുടെ പേരുകൾ റോമർക്കെഴുതിയ ലേഖനം 16 അധ്യായത്തിൽ നൽകിയിട്ടുണ്ട്. പ്രിസ്കില്ല, അക്വിലാവ്, എപ്പൈനേത്തോസ്, മരിയ, അന്ത്രോനിക്കോസ്, യൂനിയാവ്, അംബ്ലിത്തോസ്, ഉർബാനോസ്, സ്താക്കു, അപ്പില്ലേസ്, അരിസ്തോബലൂസ്, ഹെറോദ്യൻ, തർക്കിസ്തോസ്, ത്രുഫൈന, ത്രുഫോസ്, പേർസിസ്, റൂഫോസ്, അസിൻക്രിത്തോസ്, പ്ലഗോൻ, ഹെർമാസ്, പത്രമോസ്, ഹെർമസ്, ഹിലോഗോസ്, യൂലിയ, നെരിയൂസ്, ഒളിമ്പാസ് എന്നിത്യാദി 24 പേരുടെ പേരാണ് ഞാൻ വായിച്ചത്. ഇവരെല്ലാം റോമർക്ക് ലേഖനം എഴുതുമ്പം 16 വന്ദനം ചെയ്യുന്നതായിട്ട്, കാരണം വന്ദിക്കുന്നതായിട്ട്, അവരെല്ലാം വന്ദനം ചെയ്യുന്നതായിട്ട് അവിടെ കാണുന്നുണ്ട്. അപ്പം അതിനകത്ത് ഹെരോദ്യരായിരുന്നു ചില ഹെരോദ്യർ, അതായത് ഹെരോദ്യർ എന്ന് പറഞ്ഞാൽ മതാനുസാരികളാണ്. അതിനകത്ത് 2 പേര് അവരായിരുന്നു. അന്ന് അരിസ്തോബലൂസും ഹെരോദിയോനും 2 പേരും ഈ മതാനുസാരികളായിരുന്നു. അടുത്തത് കൈസറുടെ ബന്ധുക്കൾ ഇതിനകത്തുണ്ടായിരുന്നു. ഈ 24 പേരില് ത്രുഫൈന, ഫിലോലോഗോസ്, യൂലിയ, അംബ്ലിയാത്തോസ്, പത്രോബാസ്, ഇവരിൽ ചില നീറോയുടെയും രാജ്ഞിയും യഹൂദ മതാനുസരിയുമായിരുന്ന പോപ്പിയ സബീനയുടെ ബന്ധുക്കളായിരുന്നിരിക്കണം എന്നാണ് പൊതുവെയുള്ള ക്രൈസ്തവ പണ്ഡിതന്മാര് പറയുന്നത്. അപ്പൊ യൂദായിൽ നിന്നുള്ളവരെ അനുകൂലിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുവാനും നീറോയെ പ്രേരിപ്പിച്ചിരുന്ന ഇവർ മൂലമാകണമെന്നാണ് നീറോയുടെ അരമനയിൽ സുവിശേഷത്തിന് പ്രവേശനം ലഭിച്ചതായിട്ട് ഫിലിപ്പിയർ 4:22 പൗലോസിന് നീറോയുടെ അരമനയിൽ പ്രസംഗിക്കാനുള്ള അവസരം കിട്ടിയതായിട്ട് ഫിലിപ്പിയർ ലേഖനം 4:22 നമ്മൾ വായിക്കുന്നത്. പിന്നെ കൈസറുടെ സേവകനായിരുന്ന നെരയൂസിനെ പറ്റി നമ്മൾ കാണുന്നുണ്ട്. അത് അന്നത്തെ കൈസറുടെ സേവകനായിരുന്നു.
ഈ 70 പേരിൽപ്പെട്ടവർ റൂഫോസ് എന്ന് പറയുന്ന കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും അടുത്ത് നിന്ന് 20 പേരിൽപ്പെട്ട റൂഫോസ്. കാരണം മർക്കോസ് 15:21 കാണുന്നുണ്ട്, അലക്സാണ്ടറിന്റെ റൂഫോസിന്റെ അപ്പനായ കുറേനക്കാരനായ ഷീമോനെ പറ്റി പറയാം. ഇവരുടെ മക്കളായിരുന്നു അലക്സാണ്ടറും റൂഫോസും. ഇത് യേശുവിന്റെ ക്രൂശ് ചുമന്ന കൂട്ടത്തിലുള്ളതാണ് കുറേനക്കാരനായ ഷീമോൻ എന്ന് പറയുന്ന അവരുടെ 2 മക്കൾ. അലക്സാണ്ടറും റൂഫോസും ഈ 70 പേരിൽപ്പെട്ടവരാണ് റൂഫോസ്, അതുപോലെ തന്നെ അലക്സാണ്ടർ. അടുത്തത് കുറേനക്കാരനായ ഷീമോൻ, അംബ്ലിയാത്യോസ്, സ്റ്റാക്കു, അരിസ്തോബുലോ, പ്ലഗോൻ. ഇവരെല്ലാം കൈസറുടെ സേവകരായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പം അവർ 24 പേരെ വർണ്ണിക്കുന്നത്. അപ്പൊ റോമർക്ക് ലേഖനം എഴുതിയത് ആർക്കാണ്? ജാതിയേക്കാന്നോ? ഇതെല്ലാം യഹൂദ മതാനുസാരികളോ യഹൂദന്മാരായിരുന്നു. അപ്പൊ 72 തവണ എന്തിനാ ഇത് എഴുതി അറിയിച്ചത്? ന്യായപ്രമാണം അവരെ ഇവിടെ പറഞ്ഞത് എന്തിനാ? നമ്മുടെ അച്ചാച്ചന്മാർ എന്തെങ്കിലും പറഞ്ഞോട്ടെ, റോമർക്ക് ലേഖനം എഴുതി. ഞങ്ങളുടെ ക്ലബ് ഹൗസില് ചില അച്ചാച്ചന്മാർ എന്നോട് തർക്കിച്ചിട്ടുണ്ട്, റോമർക്ക് ലേഖനം എഴുതി ജാതികൾക്കാണെന്ന്. ഇപ്പൊ മനസ്സിലായല്ലോ എന്താണെന്ന്. ഞാൻ അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ആ പ്രിയപ്പെട്ട ദേവദാസൻ എനിക്ക് തന്ന ഒരു അറിവാണ് ഞാനിവിടെ സംസാരിച്ചത്. അത് എന്റെ അറിവല്ല, എനിക്ക് ആ ദൈവദാസൻ തന്ന, അദ്ദേഹം വർഷങ്ങൾ കൊണ്ട് ഇതിനെ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത ഒരു ദേവദാസനാണ്. അദ്ദേഹത്തിന് ദീർഘായുസ്സ് ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പം ജാതികൾ ആരാണ്? ജാതികളുടെ പൂർണ്ണസംഖ്യ എന്ന് പറയുന്നത് ആരാണ്? നമ്മളാരുമല്ല, അതും യഹൂദന്മാര് തന്നെയായിരുന്നു. ദൈവത്തിൽ നിന്ന് അന്യം നിന്ന് പോയ ആ സമൂഹം വീണ്ടും കർത്താവിലേക്ക് മടങ്ങി വരുന്ന കാര്യത്തെക്കുറിച്ചാണ്. അത് AD 70 ദേവാലയനാശത്തോടനുബന്ധിച്ച് അത് മടങ്ങി വന്നു കഴിഞ്ഞു. ജാതികളുടെ പൂർണ്ണസംഖ്യ ചേർന്ന് കഴിഞ്ഞു. അങ്ങനെ ഇസ്രായേൽ മുഴുവൻ രക്ഷിക്കപ്പെട്ടു. ഇസ്രായേൽ മുഴുവൻ എന്ന് പറയുമ്പം ആ റെമിനന്റ്, ദൈവം കണ്ട റെമിനന്റ്. കാരണം യെശയ്യാ 10:20 യെശയ്യാവ് 51:6, 7, 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിലും ആമോസ് 9:8 എല്ലാം പറയുന്നത്. 8 മുതൽ താഴെ, ആമോസ് 9:8 മുതൽ താഴേക്ക് ഇതിനെപ്പറ്റി പറയുന്നുണ്ട്. ഒരു ശേഷിപ്പ്, ആ ശേഷിപ്പിനെ ദൈവം കളക്ട് ചെയ്ത് അതിനെയാണ് ഓരോ ഗോത്ര 10000 എന്ന് പറഞ്ഞ 1,44,000 എണ്ണത്തിനെ ദൈവം കളക്ട് ചെയ്തു. അത് യേശുവിന്റെ ദൗത്യമായിരുന്നു. അത് വെളിപ്പാട് പുസ്തകത്തിൽ എഴുതിയെന്ന് പറഞ്ഞ് ഇനി ഭാവിയിൽ നടക്കാനുള്ളതല്ല. മത്തായി 24 വെളിപ്പാട് പുസ്തകം. ഓക്കെ, ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഒന്ന് മനസ്സിലാക്കാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എന്റെ കഴിവോ വിലകൊന്നുമല്ല. ഞാനും ഒരു 10-14 വർഷം, ഇന്ന് 13 വർഷം കഴിഞ്ഞു, 14ാമത്തെ വർഷമാണ് ഈ സത്യം ഗ്രഹിപ്പാൻ എന്റെ കണ്ണ് തുറന്നത് ദൈവത്തിനോട്. ഞാൻ പറഞ്ഞില്ലേ, ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത് എനിക്ക് പണം കിട്ടാനോ വീട് കിട്ടാനോ വാഹനം കിട്ടാനോ അല്ല. ദൈവമേ, ഈ പുസ്തകത്തിന്റെ അത് എഴുതിയ ആത്മാവ് ഏത് ആത്മാവിൽ എഴുതിയോ അതിന്റെ പൊരുളുകളെ എനിക്ക് അറിയാനുള്ള എന്റെ കണ്ണ് തുറക്കണമേ. കാരണം ഒരു കാലത്ത് ഇത് അടച്ചു വെച്ചിരുന്നേ. നിങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടിട്ട് കാണാതെയും ചെവി കൊണ്ടിട്ട് ചെവി കൊണ്ട് കേട്ടിട്ട് കേൾക്കാതെ ഇരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളെ തടിപ്പിച്ചിരിക്കുന്നു എന്ന് ബൈബിളിൽ ഒരുപാടിടത്ത് പറഞ്ഞിട്ടുണ്ട്. അത് യഹൂദന്റെ ഹൃദയവും തടിപ്പിച്ചിരുന്നു. പക്ഷെ ഇന്നത്തെ ക്രൈസ്തവന്റെ ഹൃദയത്തെയും തടിപ്പിച്ചിരിക്കുന്നത്. കാരണം എന്നാൽ കൊരിന്ത്യർ 2:10 എഴുതിയിരിക്കണം, എന്നാൽ നമുക്കോ ദൈവം തന്റെ ആത്മാവിനെ തന്നിട്ട് ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ ദൈവം നമുക്ക് കൃപ നൽകിയിരിക്കുന്നു. സെർച്ച് ദ ഡീപ് തിങ്സ് ഓഫ് ഗാഡ്. ദൈവത്തിന്റെ ആഴങ്ങളെ ആരാഞ്ഞറിയുവാൻ ആ ദൈവം തന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. എന്റെ പൊന്നു സഹോദര, ഈ മതം പഠിപ്പിക്കുന്ന, നമ്മളെ ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കുന്ന, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു കാര്യം ഇതിനകത്തില്ല. ഇനി ഇതിനെ നരകത്തിലിടും, വിറവള്ളി അവിടെ കുറെ എണ്ണത്തിനെ പൊരിക്കും. അപ്പുറത്തെ നമുക്കെതിരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമുക്കെതിരെ ശബ്ദിക്കുന്ന ഒരാളെ ഉണ്ടെങ്കിൽ അവനെ ദൈവമേ അവന്റെ മേലിൽ തീക്കനൽ കുന്നിക്കണേ. കഷ്ടം. ദൈവം ആരെയും കൊല്ലുകയും തിന്നുകയും ഒന്നും ചെയ്യുന്ന ദൈവമല്ല. സ്നേഹസമ്പന്നനായ ദൈവം, കരുണാമയനായ ദൈവം. അവന്റെ ആ മഹാസ്നേഹത്തെ ഓർത്ത് എത്ര സ്തുതിച്ചാൽ നമുക്ക് പറ്റും സഹോദരൻ. നമ്മളെ വീണ്ടെടുത്തത് ലോക സ്ഥാപനത്തിന് മുമ്പേ. നമ്മളെ ദത്തെടുത്തത് അൺബ്ലെമിഷായിട്ടാണ് നമ്മളെ എടുത്തത്. ബാക്കിയുള്ള നേഷൻസിനെ എല്ലാം ജാതികൾ എന്നാണ് വിളിക്കുന്നത്. അതും കൂടെ ഞാൻ പറഞ്ഞില്ല. ഇന്ന് ബാക്കിയുള്ള ഭാരതത്തിലുള്ള ആളുകളെയും ആഫ്രിക്കയിലുള്ളവനെയും ഉഗാണ്ടയിലുള്ളവനായാലും ഇംഗ്ലണ്ടിലുള്ളവനായാലും ചൈനയിലുള്ളവനായാലും ജാതികൾ എന്നാണ് അവിടെ എഴുതി. നേഷൻസ് എന്ന് പറഞ്ഞാൽ നേഷൻസ്, രാജ്യങ്ങൾ. കാരണം റോമാലേഖനം 15:8 ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒന്ന് ആ വാക്യം കൂടെ വായിച്ച് ഞാൻ നിർത്തിയതാണ്. അപ്പൊ നിങ്ങളുടെ അറിവിലേക്ക് റോമാലേഖനം 15:8 കൂടെ വായിച്ച് ഞാൻ നിർത്താൻ പോവുകയാണ്. റോമാലേഖനം 15:8. അതും ധന്യനായ പൗലോസ്ലീഹയ്ക്കാണ് ആ മർമ്മവും വെളിപ്പെട്ട് കിട്ടിയത്. അപ്പം 15:8 മുതൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്.
അപ്പം പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യം നിമിത്തം പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷകനായി തീർന്നുവെന്നും ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അപ്പൊ പിതാക്കന്മാർക്ക് ലഭിച്ച, നമ്മുടെ ആരും പിതാക്കന്മാരല്ല, യഹൂദന്മാരുടെ പിതാക്കന്മാർക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ ഉറപ്പിക്കേണ്ടത്, അതായത് പഴയ നിയമത്തിൽ മലാക്കി വരെയുള്ള പറഞ്ഞിരിക്കുന്ന സകല പ്രവചനങ്ങളെയും ഉറപ്പിക്കേണ്ടതിന് ക്രിസ്തു ദൈവത്തിന്റെ സത്യനിമിത്തം, സർവശക്തനായ ദൈവത്തിന്റെ സത്യനിമിത്തം പരിച്ഛേദനയ്ക്ക്, ആരാണ്? യഹൂദന്മാരാണ് സഹോദര പരിച്ഛേദനക്കാര്, അല്ലെങ്കിൽ കട്ട് ചെയ്യുന്ന ആളുകള്, അല്ലെങ്കിൽ സർക്കംസ്റ്റൻസസ്, സെർവന്റ് ഓഫ് സർക്കംസ്റ്റൻസസ്. അതാണ് പ്രോമിസ്. അവിടെ എഴുതിയിരിക്കുന്നത് പരിച്ഛേദനയ്ക്ക് ശുശ്രൂഷനായി തീർന്നു എന്നും ജാതികൾ, അവിടെ എഴുതിയിരിക്കുന്നത് നേഷൻസ്, അവന്റെ ജാതികൾ ദൈവത്തെ അവന്റെ കരുണ നിമിത്തം മഹത്വീകരിക്കണമെന്നും ഞാൻ പറയുന്നു. അപ്പം നമുക്കെല്ലാം ദൈവത്തിന്റെ കരുണയാ, ഫേവറാണ്. നമ്മളെ ലോക സ്ഥാപനത്തിന് മുമ്പേ തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ കരുണയാല. ഓക്കെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ സത്യവചനത്തെ സത്യമായി മനസ്സിലാക്കുവാനുള്ള കൃപ നിങ്ങൾക്ക് ദൈവം തരട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ജാതികൾ എന്ന് പറഞ്ഞ് കേട്ടാൽ ഉടനെ നമ്മൾ എടുത്തിയാടിയ നമ്മുടെ അയലക്കത്തെ കേശവനോ ഇപ്പുറത്തെ മമ്മൂഞ്ഞോ അങ്ങനത്തെ ജാനകിയെ അല്ല എന്ന് മനസ്സിലാക്കുക. അത് യഹൂദന്മാർ തന്നെയായിരുന്നു. ആ കൾട്ടിവേറ്റഡ് ഒലിവ് ട്രീ ആയിരുന്ന അവരന്യം നിന്ന് പോയതുകൊണ്ട് അവർ വൈൽഡായി പോയി. അവരെയാണ് ദൈവം കാട്ടുലുവിനെ നാട്ടുലുവിനെ ഒട്ടിച്ചു ചേർത്തത്, നമ്മളെ അല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഈ ലൈവിൽ നിന്ന് പിൻവാങ്ങുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.